എന്താ പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ സോയിൽ മെക്കാനിക്സിനൊന്നും അവർ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഓണേഴ്സിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തന്നെ അത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ ആർദ്ര ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? പറയൂ. ശരി ശരി. അപ്പൊ ഇതാണ് സിലബസിന്റെ കൂടെ വെച്ചിട്ടുള്ള ഇത് ഞാൻ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ഇടാം, ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഇതില് ഉള്ള കാര്യങ്ങൾ ഓക്കെ. അപ്പൊ ഇതില് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെയാണ് അവർ വന്നിട്ടുള്ളത്. പാർട്ടിയിൽ കണ്ടോ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ എല്ലാവരും ഒരേപോലെ പോകുന്ന രീതിയിൽ നോട്ടും കാര്യങ്ങളും എന്റെ ക്ലാസ്സുമാണ് കഴിഞ്ഞത്. അതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ വരുന്നത്? പാർട്ടിയിൽ കണ്ടോ നമ്മുടെ 8 ക്വസ്റ്റ്യൻസ് തന്നെ, ഓരോന്നിനും 3 മാർക്സ് ഈച്ച്. ദെൻ പാർട്ട് ബിയിൽ ദർ ആർ 4 മോഡ്യൂൾസ്. അപ്പൊ കണ്ടോ ഓരോന്നിലും സബ് പാർട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. 9A 9B ഓർ 10A 10B അങ്ങനെയാണ്. 4 5 9 മാർക്കാണ് ഫുൾ ക്വസ്റ്റ്യന് കിട്ടുക. 9 മാർക്കിന്റെ 9 × 4 36 മാർക്കും പിന്നെ ഇവിടെ 24 മാർക്കും, അങ്ങനെയായിരിക്കും 60 മാർക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു മോഡൽ തന്നെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇതൊന്ന് പഠിച്ചു വെക്കാം. ഇത് കൂടാതെ നോട്ട്സും പഠിച്ചു വെക്കാം. ഇതിന്റെ ചുവട് പിടിച്ചിട്ട് തന്നെ ആയിരിക്കും യൂണിവേഴ്സിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി മൊഡ്യൂൾ 2 വരുമ്പോ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 11A 12A അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ വരുന്നത്. ഇനി പിന്നെ ഉള്ളത് സെമസ്റ്റർ 5ന്റെ സംഭവങ്ങളാണ് അത് വരുന്നത്. നമുക്കിപ്പോ നോക്കേണ്ട ആവശ്യമില്ല, പിന്നെയാണല്ലോ അത് വരുന്നത്. ക്ലിയർ? അപ്പൊ അതില് ഇപ്പൊ ഇത്രയും ഒരു ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മൊഡ്യൂൾ 1ലെ ചോദ്യങ്ങളായിരിക്കും 1 2, മൊഡ്യൂൾ 2ലെ ആയിരിക്കും 3 4, 3ലെ ഇത്, 4ലെ ഇത്. ഓക്കെ, ദെൻ ഇത് അറിയാം മൊഡ്യൂൾ 1 ആണെന്നുള്ളത് അറിയാം. അപ്പൊ ഈ മൊഡ്യൂളുകൾ എന്താന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാം. നമ്മൾ കുറെ കാലമായില്ലേ ഇത് പഠിച്ചിട്ട്. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ബോണ്ടിങ് ആണ്. ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. സോ നമുക്കറിയാം എന്തൊക്കെ മെറ്റീരിയൽസ്. കോൺക്രീറ്റ് എന്ന് പറയുന്ന അത് ഒരു തരം, അങ്ങനെയല്ല, ഡിഫറെന്റ് മെറ്റീരിയൽസ് അല്ലെ, സോളിഡ് മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ സ്റ്റീല്, അലുമിനിയം, പ്ലാസ്റ്റിക്, പോളിമേഴ്സ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോൺക്രീറ്റിനെ പറ്റി അങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. കോമ്പോസിറ്റ്സ് പഠിക്കുന്നുണ്ട്. ദെൻ നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽ, സൗണ്ട് അബ്സോർപ്ഷന് വേണ്ടിയിട്ടും അക്കൗസ്റ്റിക് അല്ലെ, തെർമൽ ഇൻസുലേഷന് വേണ്ടിയിട്ടൊക്കെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞില്ലേ. ദെൻ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂളുകൾ വരുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് ഞാൻ പറഞ്ഞത്? സെക്കൻഡ് മൊഡ്യൂളിൽ കോൺക്രീറ്റ് ആണ്, അതിന്റെ കൂടെ ഉള്ളത് മെറ്റൽസ് ആണ്. മെറ്റൽസ് ഇത് അല്ലെ, കോൺക്രീറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ യൂണിറ്റ് or it is a versatile building construction material. So module 2 covers all the aspects of special concrete. Normal concrete അല്ല, conventional concrete അല്ല, special concrete ആണ്. along with mixed design, നിർമ്മല മിസ് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ അവിടെ പഠിക്കാം ഉണ്ട്. അതാണ് നിങ്ങൾ നാളെ അസൈൻമെന്റ് ആയിട്ട് അവിടെ ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ കൂടെ വരുന്ന എന്താണ്? മെറ്റൽസ് അല്ലെ. മെറ്റൽസ് നമ്മൾ ഏത്? അലുമിനിയം, സ്റ്റീലാണ് മെയിൻ ആയിട്ട്. അലോയ്സിനെ പറ്റിയൊക്കെയാണ് അവിടെ പഠിച്ചിട്ടുണ്ടായത്. അതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വരുമ്പോ മൊഡ്യൂൾ 3 വരുന്ന എന്തായിരുന്നു? കോമ്പോസിറ്റ്സ്. കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പ്ലാസ്റ്റിക്, അതായത് ഒറ്റൊരു അതല്ല, അതിന്റെ ഒരു മോളിക്കുലാർ കെമിസ്ട്രി ഓർ ഇഫ് യു ടേക്ക് ദ ക്രോസ് സെക്ഷൻ ലൈക്ക് യു ക്യാൻ സീ ഡിഫറെന്റ് മെറ്റീരിയൽസ് ക്ലബ് ടുഗെദർ അല്ലെ. അപ്പൊ അതാണ് കോമ്പോസിറ്റ്സ്. ഇപ്പൊ പ്ലാസ്റ്റിക്സ്, അതുപോലെ തന്നെ FRP, ഫൈബർ ഇൻഫോഴ്സ് പോളിമേഴ്സ്, ഇതൊക്കെയാണ് ആ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത്. പിന്നെ സെല്ലുലാർ കോഴ്സ് അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ സെല്ലുലാർ കോഴ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു അതിന്റെ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഇപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ രണ്ട് പേപ്പറിന്റെ ഇടയിൽ നമ്മൾ ഒരു സാധനം ഇങ്ങനെ സ്റ്റഫ് ചെയ്ത പോലെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ആമസോണിൽ നിന്നൊക്കെ വരുമ്പോൾ അതിനെ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ലേ, ഒരു കുഷൻ എഫക്റ്റ് കൊടുക്കാനായിട്ട്. അപ്പൊ അതിന്റെ രണ്ട് ഇതായിരിക്കും ലാമിന, അതിന്റെ ഇടയിൽ എന്തായിരിക്കും? ഒരു കോർ ഉണ്ടായിരിക്കും. അതിനെയാണ് സെല്ലുലാർ കോർ ടൈപ്പ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ ജിയോ സിന്തറ്റിക് പോളിമേഴ്സ്, ഫൈബർ ഇൻഫോഴ്സ്, ഇതൊക്കെയാണ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഏതായിരുന്നു? ഇതൊക്കെ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആണെങ്കിൽ ഇതിനൊക്കെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലാത്ത സർട്ടൻ മെറ്റീരിയൽസും ഉണ്ട്. ബട്ട് ദേ ആർ പ്യുവർലി ഫോർ സം അതർ പർപ്പസ്, സൗണ്ട് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെർമൽ ഇൻസുലേഷന് വേണ്ടിയിട്ട്. ദെൻ അതർ റീസൈക്കിൾ മെറ്റീരിയൽസ് അല്ലെ, സസ്റ്റൈനബിലിറ്റിയുടെ പാർട്ടായിട്ട് nowadays recycled materials are used.
ദെൻ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ്, അങ്ങനെയുള്ള പല സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ പഠിക്കുന്നത്, മൊഡ്യൂൾ 3 പഠിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 4 സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് മെറ്റീരിയൽസ് ആണ്. സ്മാർട്ട് എന്താന്നുള്ളതും ഇന്റലിജന്റ് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. സ്മാർട്ടും ഇന്റലിജന്റും തമ്മിൽ എന്താ വ്യത്യാസം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു സ്മാർട്ടും ഇന്റലിജന്റും തമ്മിൽ വ്യത്യാസം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ്? അത് മാത്രം പറഞ്ഞാൽ മതി. സ്മാർട്ട് ആണോ ഇന്റലിജന്റ് ആണോ ഒരു ഹയർ എൻഡിലുള്ള ഒരു മെറ്റീരിയല്? ഇത് രണ്ടും ഏകദേശം ഒരേ പേരാണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്മാർട്ട് ഇന്റലിജന്റ് ഏതാണ് അതിൽ കുറച്ചുകൂടി കേമൻ എന്ന് പറയാൻ പറ്റുന്നത്? ഹയർ എൻഡ് പ്രൊഡക്റ്റ് ഏതായിരിക്കും? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുതി വെച്ചോ. സ്മാർട്ട് ആണോ ഇന്റലിജന്റ് ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, എന്ന് എഴുതി വെച്ചോളോ. സ്മാർട്ട് ഓർ ഇന്റലിജന്റ് വിച്ച് ഇസ് മോർ നമ്മൾ പഠിച്ചതല്ലേ, മൊഡ്യൂൾ 4 പഠിച്ചതല്ലേ. അപ്പൊ അതിൽ പറഞ്ഞില്ലേ നമ്മള് സ്മാർട്ട്, അത് ഒരു കാര്യങ്ങൾ കൂടി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആരും പറയുന്നില്ല? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്മാർട്ടോ ഇന്റലിജന്റോ ഏതാണെന്ന് തോന്നുന്ന വെച്ചാൽ നിങ്ങൾ അത് എഴുതി വെക്കുക. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ. ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഒരു നല്ലതല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതായിരിക്കും? സ്മാർട്ട് ആണോ ഇന്റലിജന്റ് ആണോ? അവിടെ നിന്ന് എഴുതി വെക്കൂ. എഴുതി വെച്ചാലേ ഇപ്പൊ നമുക്ക് ക്ലാസ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും എഴുതി വെക്കേ. ഇന്റലിജന്റ് കറക്റ്റ് ആണ്. ഇന്റലിജന്റ് ഒരാൾ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ക്ലാസ് തുടങ്ങാം. ഇന്റലിജന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇന്റലിജന്റ് എന്ന് പറയാൻ അതല്ലേ, നമ്മൾ അതിന്റെ കൂടെ അതിനൊരു ലോജിക്കൽ റീസണിങ് കൂടി ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അതിനൊരു ചിന്താശേഷി ഉണ്ടായിരിക്കും ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ. അതന്നെ ഇന്റലിജന്റ് തന്നെ. അപ്പൊ അതാണ് മറ്റൊരു സെൻസർ അങ്ങനെയൊക്കെ പറയും. നമ്മൾ അതിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അത് അതുപോലെ അങ്ങനെ ഇതാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, സ്മാർട്ട് എന്ന് പറയും. നമ്മൾ അതിലൊരു അൽഗോരിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് സ്മാർട്ടാണ്. പക്ഷെ അതിന് എന്തെങ്കിലും അതിന് തന്നെ അത് റീഡിഫൈൻ ചെയ്തിട്ട് റീമോഡൽ ചെയ്തിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇങ്ങനെ ലൂപ്പ് പോലെ അത് ഇത് തെറ്റാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളത് നമ്മൾ പഠിക്കില്ലേ, കമ്പ്യൂട്ടറിൽ പറയില്ലേ, അതേപോലെ അതിന് ചിന്തിച്ച് അതിനനുസരിച്ച് ക്ലൈമറ്റ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ക്ലൈമറ്റ് റെസീലിയന്റ്, മഴ കൂടുമ്പോൾ മീൻസ് അങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഭയങ്കരമായിട്ട് ക്ലൈമറ്റ് മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പൊ റൂമിനെ നമുക്ക് എന്താക്കണം, ചൂടാക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മെറ്റീരിയൽ വരികയാണെങ്കിൽ അപ്പൊ ടെമ്പറേച്ചർ കുറവാണ്, ടെമ്പറേച്ചർ മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ടെമ്പറേച്ചറിനെ കുറച്ച് ഹൈ ആക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റൂമിന്റെ ഉള്ളിലേക്ക് വാം ആവില്ലേ. അതുപോലെ ചൂടുള്ള സമയത്ത് ഇപ്പൊ നമുക്ക് എ സി അല്ലാതെ ഇപ്പൊ അങ്ങനത്തെ ഇന്റലിജന്റ് ബിൽഡിങ്സ് ലോ കോസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചൂടാണ്, എ സി മേടിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സ്മാർട്ട് ആയിട്ട് അല്ല റോബോട്ടിക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ ആർക്കെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടപ്പോ അങ്ങനത്തെ രീതിയിലൊക്കെ IDC ഒക്കെ ഡെവലപ്പ് ചെയ്യാലോ. അപ്പൊ അവരങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ ഇഫ് ദി സെൻസ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ദിസ് മച്ച്, അപ്പൊ അതിന്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ രീതിയിൽ ഓട്ടോമേഷന്റെ രീതിയിലൊക്കെ നമ്മൾ റോബോട്ടിക് ഒക്കെ ആയിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇന്റലിജന്റ്. അപ്പൊ അതിനെ നമ്മൾ ബിൽഡിങ് അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാട്ടോ ഈ സംഭവമൊക്കെ, സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടോപ്പിക് ആയിരുന്നു നാനോ കോൺക്രീറ്റ്, നാനോ ടെക്നോളജി. അത് വേറൊരു ടോപ്പിക് ആയിട്ടാണ് അവിടെ പഠിച്ചത്. അപ്പൊ അത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ അതൊന്നും പറയില്ല. ഇനി എന്റെ ക്ലാസ്സും അതുപോലെ നിങ്ങളുടെ ഒരു തിങ്കിങ്ങും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് പഠിക്കുക. ഇത്രയും ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി പഠിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ചിന്താശേഷിയും കൂടി എടുത്ത് അങ്ങോട്ട് പഠിക്കന്നെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ സംഭവങ്ങൾ എടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂൾ കെമിസ്ട്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആറ്റോമിക് ബോണ്ടിങ്ങും കാര്യങ്ങളും അല്ലേ. നിങ്ങൾ ഒരു ഏകദേശം ഒരു സ്കൂളിലത്തെ വിവരങ്ങൾ ആ രീതിയിലും കൂടി ഇതിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് വേണം പഠിക്കാൻ. നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ നോട്ടിൽ ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഞാൻ TKM നോട്ട്സ് അന്ന് തന്നെ തലേ ദിവസം എനിക്ക് കിട്ടി. അപ്പൊ പിറ്റേ ദിവസം നമുക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു. അപ്പൊ ആ രീതിയിലായിരുന്നു സംഭവങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? സോളിഡ് സ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ സ്കൂളിലൊക്കെ? അതിലിപ്പോ ക്രിസ്റ്റൽ സ്ട്രക്ചർ നീ ഇത് കാണുന്നില്ലേ എന്നൊന്ന് പറയൂ. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് വാട്ട് ഈസ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ് ഒരു ചോദ്യം കേട്ടോ. റൈറ്റ് 2 കോമൺ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ മെറ്റൽസിലത്തെയാണ്. അപ്പൊ ഇതും നമ്മുടെ നോട്ട്സിലുള്ളതും പഠിച്ചു വെക്കുക. അപ്പൊ ഇതില് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് 2 തരത്തിലാണ്. ആക്ച്വലി 3 പഠിക്കാനുണ്ട് തോന്നുന്നു അല്ലെ. 3 കോമൺ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് മെറ്റൽസിൽ. അതിൽ 2 എണ്ണമാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളല്ലേ എങ്ങനെയാണ് ആറ്റംസ് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഒരു ലാറ്റിസ് ആ ഒരു സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതല്ലേ. അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർന്നിട്ടല്ലേ സോളിഡ്സ് ഉണ്ടാവുക. അപ്പൊ അതിനെയാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇസ് എ റെഗുലർ റിപ്പീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലേ. ഒരു 3 ഡയമെൻഷണൽ ലാറ്റിസിൽ എങ്ങനെ ആറ്റംസ് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതില് ആറ്റംസ് 8 കോർണറിലും സെൻട്രലും ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ BCC സെൻട്രിക് ബോഡി സെൻട്രേഡ് ക്യൂബിക് ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഇനി ഇതിലാണെങ്കിലോ ഫേസ് സെൻട്രിക് ആണെങ്കിലോ 8 കോർണറിലും 6 ഫേസസിലും ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫേസ് സെൻട്രേഡ് ക്യൂബിക് പറയും. അതിന് എക്സാമ്പിളുകളും ഇവർ പറയുന്നുണ്ട് കേട്ടോ. അയൺ, ക്രോമിയം, ടെങ്സ്റ്റൺ ഒക്കെ ഈ കാറ്റഗറി ആണത്രേ. ഈ സാധനം കോപ്പറും നിക്കൽ, അലുമിനിയം ഒക്കെ ഈ FCC ആണത്രേ. മനസ്സിലായോ? ഇനി വേറൊരു സാധനങ്ങളുണ്ട്, ഹെക്സഗണൽ ക്ലോസ്ഡ് ബാക്ക് HCP. അതിന്റെ പടം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വരയ്ക്കുക നിങ്ങള്. അപ്പൊ ഇത് എന്താണ് 2 കോമൺ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആണ്. മനസ്സിലായോ? ഇത് കെമിസ്ട്രി ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ബേസ്. ഇനി ഇത് നമ്മൾ നോട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം അവര് വരുന്നുണ്ട്. ബ്രിട്ടിൽ സ്ട്രക്ചറിന് ഫ്രാക്ചർ ടഫ്നെസ് KIC എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അത് ഇവിടെ എവിടെയോ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇല്ല തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഫ്രാക്ചർ മെക്കാനിക്സ് പാരാമീറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മെറ്റീരിയൽസിലെ ക്രാക്സ് വാട്ട് ഈസ് ഫ്രാക്ചർ മെക്കാനിക്സ്. അപ്പൊ ഇതും ഫസ്റ്റ് മൊഡ്യൂൾ ആണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ ഫ്രാക്ചർ മെക്കാനിക്സ് പറയുമ്പോൾ നമ്മുടെ മെറ്റൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഒരു ഫ്രാക്ചർ മെക്കാനിക്സ് ആയിരിക്കും, ഡക്ടൈൽ മെറ്റീരിയൽസിന് വേറെ ഫ്രാക്ചർ മെക്കാനിക്സ് ആയിരിക്കും. ഇത് മെക്കാനിക്സിന്റെ ഒക്കെ ഹൈ MTech ലെവലിലൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രാക്ചർ മെക്കാനിക്സ് എന്നൊക്കെ പറയുന്നത്. സ്ട്രക്ചറിലൊക്കെയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ എങ്ങനെയാണ് ക്രാക്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ രീതി വേറെ ആയിരിക്കും, ഡക്ടൈലിലെ വേറെ ആയിരിക്കും അല്ലെ. നമ്മൾ സോയിലൊക്കെ ഒരു തരല്ലേ നമ്മൾ പറഞ്ഞ ക്രാക്ക് ഫോർമേഷൻ, ഫെയിലിയർ പ്ലെയിനും സംഭവങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കുക ഫ്രാക്ചർ മെക്കാനിക്സ്. അതുപോലെ നമ്മുടെ സ്റ്റീലിന്റെ ഈൽഡിംഗ് ഒക്കെ MT ലാബിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, ക്രാക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനൊക്കെ പറ്റി പഠിക്കുന്നതായിരിക്കും ഈ ഫ്രാക്ചർ മെക്കാനിക്സ് പറയുന്നത്. മനസ്സിലായി? അതിൽ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ പറയുന്നത് ഫ്രാക്ചർ മെക്കാനിക്സിൽ. ദർ ആർ 3 ഇൻഡിക്കേറ്റേഴ്സ്. ഒന്ന് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K എന്ന് പറയും. അതായത് അതിന്റെ ക്രാക്ക് ടിപ്പിൽ ആ പൊട്ടുന്ന എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചോ, പേന എന്തെങ്കിലും പൊട്ടിയെന്ന് വിചാരിച്ചു, അതിന്റെ അവിടെ എത്ര സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വന്നു നിയർ ദ ക്രാക്ക് ടിപ്പ് അല്ലെ. നമ്മുടെ നെക്കിങ് സംഭവിക്കുന്ന ഭാഗത്ത് സ്റ്റീലിൽ നെക്കിങ് സംഭവിക്കുമ്പോൾ ആ നെക്ക് പോർഷനിൽ എത്ര സ്ട്രെസ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അവിടെ K = സിഗ്മ റൂട്ട് പൈ × A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനെയാണ് K എന്ന് പറയുന്നത്. അപ്പൊ സിഗ്മ എന്താണ്? അപ്ലൈഡ് സ്ട്രെസ്. A എന്ന് പറയുമ്പോൾ ക്രാക്ക് ലെങ്ത്. ആ ക്രാക്ക് ഉണ്ടായ ലെങ്ത് അത് നിങ്ങൾ മെഷർ ചെയ്യുന്നില്ലേ ആ ഒരു ഇതില് ഗേജ് ലെങ്ത് ഒക്കെ അത് മാർക്ക് ചെയ്തിട്ട് ബിഫോർ എത്രയായിരുന്നു, ലെങ്ത് ആഫ്റ്റർ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ക്രാക്ക് ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അതാണ്. അപ്പൊ അതില് A എന്ന് പറയുന്നത് ക്രാക്ക് ലെങ്ത് ആണ്, പൈ എന്ന് പറയുന്നത് 3.14 തന്നെ. അപ്പൊ അത് ക്രാക്ക് ഗ്രോത്ത് സ്ട്രക്ചേഴ്സ് ഒക്കെ പ്രഡിക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ബ്രിഡ്ജസിലും ഇതിലൊക്കെ ക്രാക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷന്റെ മുന്നേ അത് ഫെയിലിയർ സംഭവിച്ച് അതിന് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ ഫ്രാക്ചർ മെക്കാനിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എന്ത് വരില്ല, അതിന്റെ ഒരു എന്താ പറയാ വേഴ്സ് കണ്ടീഷനിൽ ക്രാക്ക് ഒന്നും വരില്ലല്ലോ. അപ്പൊ ആ രീതിയൊക്കെ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആ ഒരു സ്റ്റഡിയുടെ ആവശ്യം വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ഞാനും ഈ സബ്ജക്റ്റ് ഒന്നും പഠിച്ചിട്ടില്ല, ഫ്രാക്ചർ മെക്കാനിക്സ്. അപ്പൊ എൻ്റെ ഒരു അറിവിൽ പറയുന്നതാണ്. അപ്പൊ ആ രീതിയിലായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അതിൽ K എന്ന് പറയുന്നത് നമ്മുടെ ആ ഫാക്ടറാണ്, സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K കേട്ടോ. മനസ്സിലായോ? അപ്പൊ അത് K എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നിയർ ഇതാണ്. അപ്പൊ K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിഗ്മ അല്ലെ. അപ്ലൈഡ് സ്ട്രെസ് അതിനനുസരിച്ച് K ഇല്ലേ. അപ്പൊ അതുപോലെ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് സിഗ്മ ആസ് വെൽ ആസ് A. അപ്പൊ അങ്ങനെയാണ് ഇക്വേഷനിലൊക്കെ എത്തിയിട്ടുണ്ടാവുക.
അപ്പൊ അതിൽ എ എന്ന് പറയുന്നത് ക്രാക്ക് ലെങ്ത് അല്ലേ, അതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം. ഇതും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പൊ എ എന്ന് പറയുന്നത് എത്രയാ, സൈസ് എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, ക്രാക്ക് ലെങ്ത് എത്രയാന്ന് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അത് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളില് ഫ്രാക്ചർ മെക്കാനിക്സും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതില് മാക്സിമം അലൗബിൾ ഫ്ലോ സൈസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് എ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയുടെ ഇക്വേഷൻ എന്താ, കെ ഈക്വൽ ടു സിഗ്മ റൂട്ട് പൈ എ ആയിരുന്നില്ലേ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, ഈ കെ എന്നുള്ളതിനെ ഇവര് കെ ഐ സി എന്ന് കൊടുത്തു എന്ന് മാത്രം, ഇവർ കെ എന്ന് പറയുന്നതാണ് അതിന്റെ അത്. മനസ്സിലായോ? അപ്പൊ 2.5 ബൈ സിഗ്മ രണ്ടും എനിക്ക് തോന്നുന്നു എം പി എയിൽ തന്നുകൊണ്ട് കുഴപ്പമില്ല. കെ ബൈ സിഗ്മ റൂട്ട് സ്ക്വയർ ഇട്ടിട്ട് 1/π ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ സൈസ് കിട്ടും. അതായത് മാക്സിമം അലൗബിൾ ഫ്ലോ സൈസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം. ക്രാക്ക് ലെങ്ത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അങ്ങനെയും ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ ഒരു ചോദ്യം നാളെ നിങ്ങൾ അസൈൻമെന്റിൽ ഒരു ചോദ്യമായിട്ട് എഴുതണം കേട്ടോ. ഇതൊരു ചോദ്യം എന്തായാലും ഉണ്ട്. വേറെ ഏതാ നിങ്ങൾക്ക് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അസൈൻമെന്റ് രീതിയിൽ സെറ്റ് ചെയ്യാം. അസൈൻമെന്റ് 1 ഉം 2 അപ്പൊ തന്നെ നാളെ അവിടെ തന്നെ ഇരുന്ന് ഫിനിഷ് ചെയ്യും. അസൈൻമെന്റ് 1 ഒരു ചോദ്യം അത് എന്താണ്, ഇതാണ് മിക്സ് ഡിസൈൻ ആണ്. അസൈൻമെന്റ് 2 2 ചോദ്യം വെക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്വസ്റ്റ്യൻ വെക്കാം. ഇതൊരു ചോദ്യമാണ് എന്തായാലും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് മൊഡ്യൂൾ എന്നാണ് ചോദ്യം. ലിസ്റ്റ് ദ ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ FRC ആൻഡ് ദിയർ ഇഫക്ട്സ് ഓൺ ബിഹേവിയർ എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഇത് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ FRC. പാർവതി ഒന്ന് വായിക്കൂ, ഏതൊക്കെയാണ് ടൈപ്സ് എന്നുള്ളത് വായിക്കൂ. പാർവതി ഇല്ലേ? ഐഷ? ഇതിന്റെ അഞ്ചെണ്ണത്തിന്റെ പേര് വായിക്കേ. Steel fibers, glass fibers, synthetic fibers, carbon fibers, natural fibers. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു കേട്ടോ. അപ്പൊ ഇതിൽ ഏതൊക്കെ ഫൈബേഴ്സ് ആണ്? നമ്മൾ ഫൈബർ ഇൻഫോഴ്സ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തേർഡ് ബോഡിയുള്ള സ്പെഷ്യൽ കോൺക്രീറ്റ് ആണ് നമ്മുടെ സബ്ജക്ട്, ആ തീം വരുന്നത്. അപ്പൊ കൺവെൻഷണൽ കോൺക്രീറ്റിൽ നമുക്ക് അറിയാം അല്ലെ, 4 എലിമെന്റ്സ് വരുള്ളൂ, അഡ്മിനിസ്റ്ററും ആഡ് ചെയ്യും, അതൊക്കെ അറിയാം. സ്പെഷ്യൽ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാതെ എന്തൊക്കെ ചിട്ടിട്ടുള്ള സെറ്റപ്പ് സാധനങ്ങളാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്, ഈ സ്പെഷ്യൽ കോൺക്രീറ്റ്. അപ്പൊ ഇതിൽ FRC എന്ന് പറയുമ്പോൾ ഫൈബർ ഇൻഫോഴ്സ് സ്റ്റീൽ ഫൈബേഴ്സ്, സ്റ്റീൽ ടെൻഡൻസ് അല്ലെ, എവിടെ കണ്ട സ്റ്റീൽ കണ്ട, ഈ കുഞ്ഞ സ്ട്രാൻഡ്സ് ഓഫ് സ്റ്റീൽസ് ആർ ആഡഡ്. സ്റ്റീൽ ഫൈബേഴ്സ് ഭയങ്കര നാരോ ആയിട്ടുള്ള എന്താ പറയുക, നാര് പോലത്തെ സ്ട്രാൻഡ്സ് ഓഫ് ഫൈബേഴ്സ് ആർ എംബഡഡ്. അതും അവർ പറഞ്ഞ പോലെ കണക്ക് കൂട്ടി നോക്കിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ, അതിന്റെ ഡിസൈൻ വാല്യൂ ഒക്കെ നോക്കിയിട്ടൊക്കെ തന്നെ ആയിരിക്കും, വെറുതെ മുറിച്ചിടുന്നതല്ല. അതിന്റെ ഒപ്റ്റിമം കണ്ടന്റ് ഒക്കെ നോക്കിയിട്ടാണ് അവരത് ചെയ്യുക അല്ലെ. ഒപ്റ്റിമം ഡോസേജ് പറയുന്ന പോലെ ഒപ്റ്റിമം കണ്ടന്റ് നോക്കിയിട്ടാണ് അതിന്റെ യൂണിറ്റ് വെയിറ്റും സ്ട്രെങ്ത്തും ഒക്കെ നോക്കിയിട്ടാണ് അവരെത്ര വാട്ട് ഷുഡ് ബി ദ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ഫൈബേഴ്സ് ടു ബി ആഡഡ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് തോന്നിയ പോലെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ഫസ്റ്റ് ആണ് സ്റ്റീൽ ഫൈബേഴ്സ്. പിന്നെ ഇവിടെ കണ്ടോ ഗ്ലാസ് ഫൈബർ കണ്ടോ, ഇതേപോലെ ഗ്ലാസ് ഗ്രാന്യൂൾസ് ആക്കിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മുടെ കോൺക്രീറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. അതാണ് സെക്കൻഡ് ടൈപ്പ് ഫൈബർ ഇൻഫോഴ്സ് കോൺക്രീറ്റ്. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ നോട്ടിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഇങ്ങനെ എഴുതി വെച്ചാൽ പോരല്ലോ, അല്ല 3 മാർക്കിന്റെ ആണ്. അപ്പൊ പേരും അതിന്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി എഴുതി വെക്കണം, അത് നോട്ടിലുണ്ട്. അടുത്ത സിന്തറ്റിക് ഫൈബേഴ്സ് പറയുമ്പോൾ ഇത് കണ്ട, എവിടെ ഇരുന്നു സിന്തറ്റിക് ഫൈബർ കണ്ട, പോളിപ്രോപ്പിലൈൻ ഒക്കെ അതിൽ വരുന്നതാണ്. പോളിപ്രോപ്പിലൈൻ, നൈലോൺ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പ്ലാസ്റ്റിക്കിന്റെ സംഭവങ്ങൾ അങ്ങനത്തെ, മനസ്സിലായോ? പ്ലാസ്റ്റിക് ഉണ്ട്, പോളിപ്രോപ്പിലൈൻ, നൈലോൺ ഷീറ്റ്സ് ഒക്കെ നമുക്ക് അറിയാലോ, നൈലോൺ ഡ്രസ്സൊക്കെ നമുക്കറിയാം. അതേപോലത്തെ സംഭവങ്ങൾ നമ്മൾ ഇതിലിടുകയാണെങ്കിൽ അതാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. ഓക്കെ, ഇനി അടുത്ത കാർബൺ ഫൈബേഴ്സ് കണ്ടോ, ഇതാണ് കാർബൺ. നമ്മൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ അതിന് ഒരു കോട്ടിംഗ് പോലെ കൊടുക്കാം, അല്ലെങ്കിൽ കാർബൺ റൂട്ട്സ് പോലെ കൊടുക്കാറുണ്ട്. കാർബൺ ഇതേപോലെ തന്നെ ഷ്രെഡ് ചെയ്തിട്ട് നമ്മൾ കാർബൺ ഫൈബേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ കാർബൺ പ്ലേറ്റിംഗ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പല ടൈപ്പിൽ കൊടുക്കാം കേട്ടോ, ഇതിൽ കൊടുത്ത പോലെ തന്നെ വേണമെന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഫ്രഷ് സ്റ്റേറ്റിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ അതിനൊരു ജാക്കറ്റ് പ്രൊവൈഡ്, ഇതേപോലെ ജാക്കറ്റിംഗ് ചെയ്യുന്ന പോലെ കാർബൺ ഫൈബേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്. ദെൻ നാച്ചുറൽ ഫൈബേഴ്സ് പറയുമ്പോൾ എന്തായിരുന്നു, അത് എന്താണ്, കയറ്, ചകിരി, അങ്ങനത്തെ സാധനങ്ങളില്ലേ, കൊയർ, ജൂട്ട്, സിസാൽ, മരത്തിന്റെ ഒക്കെ, അതൊക്കെ ഇട്ടിട്ട് നമ്മൾ കോൺക്രീറ്റിൽ അതിന്റെ ഇത് കൂട്ടുകയാണെങ്കിൽ, റീൻഫോഴ്സ്മെന്റ് ആക്ഷൻ കൂട്ടുകയാണെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് വായിച്ചാൽ മനസ്സിലാവില്ലേ. ടെൻസൈൽ സ്ട്രെങ്ത്തും ഡക്റ്റിലിറ്റിയും ക്രാക്ക് ഫോർമേഷൻ തടയാനും ഒക്കെ ഈ പറയുന്ന ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യും.
അതിന് പടങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. കൂടാതെ നോട്ട് നോക്കി പഠിക്കാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും പഠിക്കണം. നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു. അടുത്തത് അഡ്വാൻറ്റേജസ് അലോയ് സ്റ്റീൽ ഓവർ കാർബൺ സ്റ്റീൽ. അപ്പോൾ എന്താ, സ്റ്റീൽ 2 തരം ഉണ്ടെന്നാണ് പറയുന്നത്, അലോയ് സ്റ്റീലും കാർബൺ സ്റ്റീലും. കാർബൺ സ്റ്റീൽ നമുക്കറിയാം, നമ്മുടെ അയൺ പ്ലസ് കാർബൺ അല്ലേ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ അയണും കാർബണും മാത്രം സംയോജിച്ചിട്ടുള്ള അലോയ് ആണെങ്കിൽ അതിന് കാർബൺ സ്റ്റീൽ എന്ന് പറയും. ഓക്കെ, ഇത് കാർബൺ സ്റ്റീൽ എന്ന് പറയുന്ന മൈൽ സ്റ്റീൽ എന്താ പറയാ, സ്റ്റീല്. സാധാരണ നമ്മൾ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അയൺ പ്ലസ് കാർബൺ ആണ്, അതിനെ കാർബൺ സ്റ്റീൽ എന്നും പറയും. ഇനി അലോയ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താണ്, അയൺ പ്ലസ് കാർബൺ പ്ലസ് ക്രോമിയം അതിന്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിക്കൽ ആഡ് ചെയ്യാം, മോളിബ്ഡിനം. വി എന്ന് പറഞ്ഞാൽ എന്താണ്, ടങ്സ്റ്റൺ ആണോ? ഇതാർക്കെങ്കിലും അറിയോ ഈ സാധനം എന്താണ്? അപ്പൊ ഇതൊക്കെ ആർക്കെങ്കിലും അറിയോ? അരീന, ഇത് ഓർമ്മയുണ്ടോ ഈ സാധനം എന്താണ്? ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നവർ അവിടെ നിന്ന് എഴുതി വെച്ചോ, ഈ വി എന്ന് പറഞ്ഞ സാധനം എന്താണ്? അറ്റോമിക് ടേബിളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ? ഓക്കെ, ഇനി അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് എഴുതി വെക്കുക കേട്ടോ, മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജിയോ സിന്തറ്റിക്സ്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം ജിയോ സിന്തറ്റിക്സ് ആണ്. ജിയോ സിന്തറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇത് കാണാതെ പഠിക്കണം. ഇതിപ്പോ ആരായിരുന്നു നേരത്തെ ഞാൻ പേര് വിളിച്ചത്? ഐഷിയായിരുന്നു, അല്ലാതെ ഒരാളെ വിളിക്കാം. ആരതി. ആരതി ഇത് കാണുന്നുണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. ആർദ്ര കാണുന്നുണ്ടോ? കാണാം. ഒന്ന് വായിക്കേ ഈ 6 ഹലോ. ആ, ജിയോ ടെക്സ്റ്റൈൽസ് എല്ലാം കാണുന്നില്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ജിയോ സിന്തറ്റിക്സ് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ജിയോം എന്ന് പറയുമ്പോൾ മണ്ണിനോട് ചേർന്നിട്ട് നമ്മൾ ചില കോമ്പോസിറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മണ്ണിനെ റീൻഫോഴ്സ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മണ്ണിലൂടെയുള്ള ഫിൽട്രേഷൻ, ഡ്രെയിനേജ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനോ ചിലപ്പോൾ ആക്സിലറേറ്റ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ടായിരിക്കാം. ദെൻ ചിലപ്പോൾ ജസ്റ്റ് ഒരു സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജിയോ സിന്തറ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇറോഷൻ കൺട്രോളിന് വേണ്ടി, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടും. ലാൻഡ് ഫിൽ ലൈനുകൾ അല്ലെ നമ്മൾ പറഞ്ഞത് കണ്ടോ, ഇവിടെ ഒരു സാധനം കണ്ടോ, കുളം പോലെ ഒരു സാധനം കണ്ടോ, അത് കുളം ഉണ്ടാക്കാനും നമ്മൾ ഇത് യൂസ് ചെയ്യും കേട്ടോ. അതായത് മണ്ണ് റീറ്റനിങ് വോൾ പോലെ, മീൻസ് ഒരു എന്താ പറയാ, ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഒരു ജലാശയം പോലെ നമ്മളിത് ഇങ്ങനത്തെ ലൈനിങ് കൊടുത്ത് ചെയ്യാറില്ലേ, അതും ഒരു ജിയോ സിന്തറ്റിക്സ് തന്നെയാണ്. അല്ലെങ്കിൽ പറയുന്ന പോലെ ഈ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടെയ്ൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കാറുണ്ട്. അതും ജിയോ സിന്തറ്റിക്സിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി റോഡും പേയ്മെന്റ് സ്റ്റെബിലൈസേഷൻ യൂഷ്വലി ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ജിയോ സിന്തറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈപ്സ് പഠിക്കണം. ജിയോ സിന്തറ്റിക്സ് എന്താണെന്നുള്ളത്, ജിയോ സിന്തറ്റിക്സ് എന്താണ്? These are the materials that are adjoining to the soil, usually soil or റോക്കിന്റെ അവിടെയൊക്കെ കാണാം നമുക്ക്. അതിപ്പോ അതിന്റെ സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക കേട്ടോ, ജിയോ ടെക്സ്റ്റൈൽസ്. അപ്പൊ അതിന്റെ വേറെ ഫോട്ടോഗ്രാഫ്സ് അത് ഞാൻ കളഞ്ഞു തോന്നുന്നു. നിങ്ങൾ തന്നെ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഇതിനേക്കാളും കൂടുതൽ ഫോട്ടോസ് കാണാൻ പറ്റും. കുറച്ചും കൂടി ക്ലാരിറ്റി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പോയി ആ ടാബ് ക്ലോസ് ആയി പോയി. മനസ്സിലായോ? അതിൽ തന്നെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ജിയോ ടെക്സ്റ്റൈൽസ്, ജിയോ ഗ്രിഡ്സ്. അപ്പൊ ഇത് ജിയോ ടെക്സ്റ്റൈലാ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ ജിയോ ടെക്സ്റ്റൈൽ ആണ്. പിന്നെ ജിയോ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രിഡ് പോലെ കണ്ടില്ലേ, ദിസ് ഇസ് ജിയോ മെംബ്രെയിൻ. ഇത് ജിയോ മെംബ്രെയിൻ ആണ്. ജിയോ നെറ്റ് എന്ന് പറയുന്ന വേറെ സാധനം ഉണ്ട്, ജിയോ കോമ്പോസിറ്റ്സ്. പിന്നെ ദിസ് ഇസ് ജിയോ സിന്തറ്റിക് ക്ലേ ലൈനേഴ്സ്, GCL. ഇത് GCL ആ. മനസ്സിലായോ? അപ്പൊ അതൊക്കെ പല തരത്തിൽ നമ്മൾ ഓരോന്നും ഓരോ ആപ്ലിക്കേഷനിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി പഠിക്കണം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഇത് 3rd മൊഡ്യൂളിലാണോ വരുന്നത്?
3ഉം 4ഉം സെക്കൻഡ് മോഡ്യൂളാണ്. അപ്പോൾ ഇത് 5ഉം 6ഉം തേർഡ് മോഡ്യൂളായിരിക്കും കേട്ടോ. ആ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ഇത് കണ്ടു. അതിന് ശേഷം നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ്. ഏതൊക്കെയാണ് നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ്? സ്ട്രക്ചറൽ മെറ്റീരിയൽ അല്ലാതെ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ടൈല്, ഗ്ലാസ്, ജിപ്സം ബോർഡ്, ഡെക്കറേറ്റീവ് പാനൽസ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ഈ ഫോം ബോർഡ്സ്, അക്കൗസ്റ്റിക് ബോർഡ്സ്, അതൊക്കെ പഠിക്കുന്നില്ലേ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മീൻസ് അത് ചോദിക്കാറുണ്ട്. നമ്മുടെ ബിൽഡിംഗ് ടെക്നോളജി പോലത്തെ പേപ്പറിലും കാണാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അപ്പൊ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? അത് ഡ്യൂറബിൾ ആണോ നോക്കിയിട്ടല്ലേ. നമ്മൾ ടൈൽസ് തന്നെ പല ടൈല് വേണമെങ്കിൽ വിട്രിഫൈഡ് ടൈൽ ഉണ്ടായിരിക്കും, പിന്നെ വേറെ പലതരം ജർമ്മൻ അങ്ങനെയൊക്കെ പല ടൈപ്പ് ടൈലുകൾ ഉണ്ടാവില്ലേ. അതുപോലെ ജിപ്സം ബോർഡുകളൊക്കെ പല ബ്രാൻഡിന്റെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ ഡ്യൂറബിലിറ്റി, എസ്തെറ്റിക് അപ്പിയറൻസ്, കോസ്റ്റ്, തെർമൽ ഇൻസുലേഷൻ, അക്കോസ്റ്റിക് പ്രോപ്പർട്ടീസ്, ഫയർ റെസിസ്റ്റന്റ്, ഇങ്ങനെ ഓരോ പാരാമീറ്റേഴ്സിനെ സ്റ്റഡി ചെയ്തിട്ട് ഇഫ് ദ പോസിറ്റീവ്സ് ഔട്ട്വേസ് ദ നെഗറ്റീവ്സ് അല്ലെ, അതിന്റെ ആ ഒരു പറഞ്ഞ പോലെ ഈ 8 പോയിന്റിൽ 7 പോയിന്റും അതിന് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ സാധനം സെലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് പോയിന്റ് സെറ്റ്. സോ ബേസ്ഡ് ഓൺ ദിസ് വി വിൽ ബി സെലക്ടിങ് ദീസ് മെറ്റീരിയൽസ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് അപ്പം തേർഡ് മോഡ്യൂളിലെ പാർട്ട് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് മോഡ്യൂളിലെ 7-8 ക്വസ്റ്റ്യൻ. 7-8 എന്ന് പറയുമ്പോൾ സ്മാർട്ട് മെറ്റീരിയലും ഇന്റലിജന്റ് മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ പറയണ്ടല്ലോ, നമ്മൾ പറഞ്ഞതല്ലേ. സ്മാർട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യും, പക്ഷെ ഇവിടെ ഡിസിഷൻ കാപ്പബിലിറ്റിയും കൂടിയും അതിൽ ഉണ്ടാവും. എക്സാമ്പിൾ ഇവിടെ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഉണ്ടെങ്കിൽ ഇവിടെ റോബോട്ടിക്സും അഡാപ്റ്റീവ് ബിൽഡിങ്സ് അല്ലെ. ചില നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണാറില്ലേ, ചില ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര ഓട്ടോമേറ്റഡ് ആയിട്ട് അങ്ങനെയുള്ള ഇതിന് സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്തിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇന്റലിജന്റ് ബിൽഡിങ്സ് ഇസ് ദി നീഡ് ഓഫ് ദി എറ. അപ്പൊ ആ രീതിയിൽ വരുന്നതാണ് ഇതൊക്കെ വരുന്നത്. ഇപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ പഠിക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് വൺ, മെക്കാനിസം ഓഫ് സെൽഫ് സെൻസിങ് കോൺക്രീറ്റ്. അപ്പൊ അതൊക്കെ ഒരു ഇതാണ്, പുതിയ റിസർച്ച് മേഖലയായിരിക്കും. സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് ഇൻകോർപ്പറേറ്റിംഗ് നാനോ മെറ്റീരിയൽ അല്ലെ. നാനോ മെറ്റീരിയൽസ് നമുക്ക് പഠിക്കാണ്ടല്ലോ. അപ്പോൾ സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് ഇൻകോർപ്പറേറ്റിംഗ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഈ ചില നമുക്ക് നാനോ മെറ്റീരിയൽസ്, നാനോ ക്യാപ്സ്യൂൾസ് എന്നൊക്കെ പറഞ്ഞ് നാനോ ഫൈബേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കണ്ടോ നാനോ കാർബൺ നാനോ ട്യൂബ്സ്, ഗ്രാഫീൻ, നാനോ കാർബൺസ്, ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് എന്താണ് സ്ട്രെസ് വെൻ ക്രാക്ക് ഇതുണ്ട്. ഇവിടെ അതിന്റെ മെക്കാനിസം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നാനോ മെറ്റീരിയൽ, ഈ വക നാനോ മെറ്റീരിയൽസ് നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടീവ് നെറ്റ്വർക്ക് തന്നെ അത് റിഫൈൻ ചെയ്യും. എന്നിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ മൈക്രോ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. അതിനനുസരിച്ചിട്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മാറും. ദെൻ ഇലക്ട്രിക്കൽ സിഗ്നൽ വരും അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും ചേഞ്ച്, എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ക്രാക്കോ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ വരുമ്പോൾ അതിൽ ഇലക്ട്രിക്കൽ സിഗ്നലൊക്കെ വരും അല്ലെ. അപ്പൊ ആ രീതിയിൽ വല്ല ഷോക്കോ തെർമൽ ഷോക്കോ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് ഷോക്ക് ഒക്കെ വരികയായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് പഠിക്കുക കേട്ടോ. സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് നാനോ മെറ്റീരിയൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്ട്രെയിനോ ഡിഫോർമേഷനോ ക്രാക്കോ സ്ട്രെസ് ചേഞ്ചസോ ഒരു എക്സ്റ്റേണൽ സെൻസർ ഇല്ല. അത് നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ ജസ്റ്റ് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. കോൺക്രീറ്റിൽ നാനോ കാർബൺസോ ഗ്രാഫീൻസോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ കോൺക്രീറ്റിന് ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും ക്രാക്ക് ഫോർമേഷനെയൊക്കെ സെൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ വേറെ അഡീഷണൽ സെൻസർ നമ്മൾ ഇലക്ട്രോണിക്സ് ബേസ് ചെയ്തിട്ടുള്ള സെൻസർ ഇട്ട് കൊടുത്തില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഈ കാർബൺ നാനോ ട്യൂബ്സ് ഇട്ട് കൊടുത്തല്ലോ. അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ സെൽഫ് സെൻസ് ചെയ്യുകയാണെങ്കിൽ, ആ പ്രശ്നങ്ങളെ സെൽഫ് സെൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് വിത്ത് റെസ്പെക്ട് ടു നാനോ മെറ്റീരിയൽ അഡീഷൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ അത് SHM സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗിൽ അത് ഭയങ്കര ഉപയോഗം. ഹെൽത്ത് മോണിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ BP ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാൻ പോകില്ലേ, അതിനെയാണ് നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് എന്ന് പറയാം. നമ്മുടെ സ്ട്രക്ചറിന്റെ കോളം ബീം അതിന്റെയൊക്കെ ഹെൽത്ത് ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അതിനെയാണ് അതിന്റെ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ ബീമിന്റെ അതിന്റെ ഒരു ഡ്യൂറബിലിറ്റി ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട. ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ എന്താ പറയാ, അതിന് ഡിസൈൻ പീരീഡ് ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും കാലം നിൽക്കണ്ടേ. അപ്പൊ അത് അങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്യണ്ടേ അതിന്റെ കാര്യങ്ങൾ. അപ്പൊ അതിനെയാണ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് പറയാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് ചെയ്യാൻ ഈ വക സാധനങ്ങൾ നമ്മൾ ഉപകരിക്കില്ലേ? മനസ്സിലായോ? ഈ കാർബൺ നാനോ ട്യൂബ് കോൺക്രീറ്റിലൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ അതിന് സെൽഫ് സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് എൻഹാൻസിങ് ദി സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ്. ഓക്കെ, അതുപോലെ ഏർലി ഡാമേജ് ഡിറ്റക്ഷൻ, ഇംപ്രൂവ്ഡ് സേഫ്റ്റി. അപ്പൊ ഇതിനൊക്കെ ഈ വക സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ പാർട്ട് A, Bയിലേക്ക് വരുമ്പോൾ
9A ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ കെമിസ്ട്രി ആണ്. അറ്റോമിക് സ്ട്രക്ചർ ആണ് ഈ മൊത്തം എന്ന് പറയാം. അറ്റോമിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഇവിടെ തെർമൽ എനർജി വരുമ്പോൾ നമ്മുടെ സോളിഡിലെ ആറ്റം ത്രൂ ഡിഫ്യൂഷൻ ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്ന മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അറ്റോമിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് 4 തരത്തിൽ വരുന്നുണ്ട്. ഇത്രേ ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ +2-ലൊക്കെ? വേക്കൻസി ഡിഫ്യൂഷൻ, ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ, ഡിസ്ലൊക്കേഷൻ. അതായത് ഇപ്പോൾ വേക്കൻറ്റ് ലാറ്റിസ് സൈറ്റ്സ് ഉണ്ടായിരിക്കില്ലേ ആറ്റംസിൽ, സോളിഡ്സിൽ ചിലപ്പോൾ മേ ബി എവിടെയെങ്കിലുമൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടേക്ക് ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്. മനസ്സിലായോ? കോപ്പർ അയണിലൊക്കെ ഇതിങ്ങനെ സംഭവിക്കും ഇത്ര വേക്കൻസി ഡിഫ്യൂഷൻ വഴി. എന്നാൽ സ്റ്റീലിൽ കാർബൺ ഡിഫ്യൂഷൻ വഴി, ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ വഴിയാണ് എന്താണ് സ്മോൾ ആറ്റംസ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ് വഴി മൂവ് ത്രൂ ലാർജ് ആറ്റംസിന്റെ ഇടയിൽ കൂടെ അവർ പോകുന്നു. അപ്പൊ ആ രീതിയിലാണ് ആറ്റോമിക് മൂവ്മെന്റ് എങ്കിൽ അത് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഡിസ്ലൊക്കേഷൻ ഡിഫ്യൂഷൻ. ഡിസ്ലൊക്കേഷൻ പോർസിലൂടെ ഡിഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ഇതെന്ന് പറയും. ഓക്കെ, അപ്പൊ അത് അതിന്റെ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. മനസ്സിലായോ? ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലും ഇതിലൊക്കെ അതുപോലെ സിഗ്നിഫിക്കൻസ് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് അതിന്റെ മെക്കാനിക്കൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. These process control mechanical properties such as strength, hardness and ductility. അല്ലെ? അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസ്, ഈ പ്രോസസ്സ് ആറ്റോമിക് മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ഡക്ടിലിറ്റിനെ ഒക്കെ എഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫ്ലുവൻസ് ഓഫ് തെർമൽ പ്രോപ്പർട്ടീസ് ഓൺ മെറ്റീരിയൽ സെലക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പൊ ഇതില് ഏതൊക്കെ തെർമൽ പ്രോപ്പർട്ടീസ് ആണ് മെറ്റീരിയൽ സ്ട്രക്ചർ സെലക്ഷന്, വിച്ച് ആർ ദി തെർമൽ പ്രോപ്പർട്ടീസ് പോയിന്റിങ് ടു ദി മെറ്റീരിയൽ സെലക്ഷൻ. ഒരു സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അല്ലെ, ഒരു സ്ട്രക്ചറിൽ നമ്മൾ വുഡ് ആണോ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗ്ലാസ് ആണോ യൂസ് ചെയ്യേണ്ടത്? വുഡ് ആണെങ്കിൽ ഏത് ഗ്രേഡ്, ഏത് ഹാർഡ് വുഡ് വേണോ, സോഫ്റ്റ് വുഡ് വേണോ അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റീലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് ഗ്രേഡ് സ്റ്റീൽ വേണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് അതിന്റെ തെർമൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ടുള്ള. കാരണം നമുക്കറിയാം എൻവിറോൺമെന്റൽ ചേഞ്ചസ് ആർ അഡ്വേഴ്സ്, ദ ചേഞ്ചസ് ആർ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് വി ആർ ഗോയിങ് ത്രൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണ്ടേ? തീ കത്തിപ്പിട ഫയർ ഹസാർഡ്സ് ഒക്കെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ 4 പ്രോപ്പർട്ടിയാണ് അവര് തെർമൽ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് കേട്ടോ. ഏതൊരു മെറ്റീരിയലിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇത് വായിക്കില്ലേ നിങ്ങൾ? ഹീറ്റിനെ കടത്തിവിടാനുള്ളതാണ്. ഹൈ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽസ് ഇതാണ്. അപ്പൊ യൂഷ്വലി ഇത് അലുമിനിയം, കോപ്പർ ഒക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആയിട്ട്, ലൈക്ക് കോപ്പറിന്റെ വയറൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യാം, കൂളിംഗ് സിസ്റ്റത്തിലും ഒക്കെ യൂസ് ചെയ്യും. ലോ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽസ് ആണെങ്കിൽ തെർമൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇനി അടുത്ത തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. എത്ര പെട്ടെന്നാണ് അത് ക്യുക്കായിട്ടാണ് പ്രൊപ്പഗേറ്റ് ത്രൂ ദ ടെമ്പറേച്ചർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് പെട്ടെന്ന് അങ്ങനെ ഹൈ ഡിഫ്യൂസിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് അത് ടെമ്പറേച്ചർ ചേഞ്ചിനോട് റെസ്പോൺസ് കാണിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ വാർണിംഗ് ഇൻഡിക്കേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ? ഇനി അടുത്ത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. എമൗണ്ട് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ, 1 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് എത്ര ഹീറ്റ് ആണ് കൊടുക്കേണ്ടത്? എക്സാമ്പിൾ വാട്ടർ കോൺക്രീറ്റ് ആണ്. മെറ്റീരിയൽസ് വിത്ത് ഹൈ സ്പെസിഫിക് ഹീറ്റിൽ മോർ തെർമൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. എന്താ എക്സാമ്പിൾ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അടുത്തത് പ്രോപ്പർട്ടി തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ്. എന്താണ്? എബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് സഡൻ ടെമ്പറേച്ചർ ചേഞ്ച് വിത്തൗട്ട് ക്രാക്കിംഗ് ആവാതെ അല്ലെ? നമുക്കറിയാലോ എത്ര ടെമ്പറേച്ചർ അതിന് ഷോക്ക് റെസിസ്റ്റൻസ്. അപ്പൊ എത്ര ടെമ്പറേച്ചർ വരെ, എത്ര ഡിഗ്രി വരെ അതിന് പൊട്ടാതെ അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ പൊട്ടിന്ന് വിചാരിച്ചോ, ഒരു ചട്ടി വെച്ചാൽ പൊട്ടിന്ന് വിചാരിച്ചോ. അപ്പൊ അതിനെ റിഫ്രാക്ടറി മെറ്റീരിയലിന് അത്ര ഡിഗ്രി വരെയാണ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക അല്ലെ? അപ്പൊ ആ രീതിയിൽ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചേഴ്സിലേക്കുള്ള മെറ്റീരിയൽ സെലക്ഷൻ കാര്യങ്ങൾ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് സർഫസ് പ്രോപ്പർട്ടീസ് ആണ് അടുത്ത ചോദ്യം 10-ലെ. മനസ്സിലായോ? അപ്പൊ സർഫസ് പ്രോപ്പർട്ടീസ്, മറ്റേത് ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ് ആയിരുന്നു. സർഫസ് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഏതൊക്കെയാണ്? 3 സർഫസ് പ്രോപ്പർട്ടീസ് ആണ്. 3 ഉണ്ടോ? 2 രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ അതില് സർഫസ് ടെൻഷനും സർഫസ് റഫ്നെസ്സും ആണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പൊ സർഫസ് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ മെറ്റീരിയലിന്റെ ഔട്ടർ മോസ്റ്റ് മെറ്റീരിയലിന് ഒന്നുകിൽ എന്തായിരിക്കണം? ഫ്രിക്ഷൻ,
കാരണം അല്ലേ, നമ്മുടെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ സർഫ് ഫ്രിക്ഷന് വിധേയമാവും, വെയർ, കൊറോഷൻ, അഡ്ഹെഷൻ അല്ലേ, നമ്മൾ ഔട്ടർ മോസ്റ്റ് മെറ്റീരിയൽ അല്ലേ എപ്പോഴും അതിലേക്ക്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ ഉള്ള പെയിന്റിനേക്കാളും പുറത്തുള്ള നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ മഴയിലേക്ക് ഏറ്റവും അല്ലെങ്കിൽ ചൂടിലേക്കൊക്കെ ഏറ്റവും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യപ്പെടുന്നത് ആ ലെയർ അല്ലേ. അപ്പൊ ആ ലെയറിനാണ് നമ്മൾ എന്ത് വേണ്ടത്, കൊറോഷൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ പിന്നെ ടെമ്പറേച്ചർ സസെപ്റ്റിബിലിറ്റി ഓർ ദ റെസിസ്റ്റൻസ് ടു വെതറിങ് ആക്ഷൻസിനൊക്കെ റെസിസ്റ്റൻസ് ആ പെയിന്റിനല്ലേ വേണ്ടി വരിക. കാരണം ഔട്ടർ മോസ്റ്റ് ലെയറിനായിരിക്കും അതൊക്കെ ഏറ്റവും വരുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ അതിനെയാണ് സർഫസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് മെറ്റീരിയൽസിന്റെ ആ പറയുന്ന രണ്ട് സർഫസ് പ്രോപ്പർട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് മെറ്റീരിയലിന്റെ ഫ്രിക്ഷൻ, വെയർ, കൊറോഷൻ, അഡ്ഹെഷൻ ഒക്കെ മൊബിലൈസ് ചെയ്യപ്പെടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷൻ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഇറ്റ് ഈസ് എ ഫോഴ്സ് ടെൻസ് ടു മിനിമൈസ് സർഫസ് ഏരിയ. സർഫസ് ടെൻഷനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ അത് വെറ്റിംഗ്, കോട്ടിംഗ്, കാപ്പിലറി ആക്ഷന്റെ ആ ഒരു ഇതിലൊക്കെ അത് വരും. പിന്നെ അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും, പെയിന്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിന്റെ കോൺക്രീറ്റ് ആൻഡ് മിക്സ്ചേഴ്സ്, ലിക്വിഡ് സ്പ്രെഡിങ് ഓൺ ദി സർഫസ്, അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ അതിന്റെ സർഫസ് ടെൻഷൻ ഒക്കെ സ്റ്റഡി ചെയ്യണം. അതായിരുന്നു ഫോഴ്സ് ആക്ടിങ് അലോങ് ദി സർഫസ് ദാറ്റ് ടെൻസ് ടു മിനിമൈസ് ഇറ്റ് സർഫസ് ഏരിയ. ഓക്കെ, ദെൻ സർഫസ് റഫ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ മുകളിൽ എത്ര ഇറഗുലാരിറ്റീസ് ഉണ്ട്, അതിന്റെ സംഭവത്തിനെയാണ് സർഫസ് റഫ്നെസ് പറയുക. അപ്പൊ അതെങ്ങനെയായിരിക്കും മെഷീൻ റഫ്നെസ്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ അപ്പൊ ഒരു നിങ്ങളെ നടക്കുന്ന തറ ആലോചിക്കൂ, ടൈല്. അപ്പൊ അത് എങ്ങനെയായിരിക്കും, അത് ചിലപ്പോൾ റഫായിട്ടിരിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മള് എന്ത് ചെയ്യും, എന്തെങ്കിലും മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ സ്മൂത്ത് ആക്കില്ലേ. അപ്പൊ റോഡാണെങ്കിൽ റോഡിന് ഇത്ര ക്വയഷൻ്റെ ഫ്രിക്ഷൻ ഇത്ര വേണം എന്നുണ്ടാവും. അപ്പൊ അത് റോഡ് ഭയങ്കര സ്മൂത്ത് ആവാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റഫ്നെസ് ഒന്ന് കൂട്ടേണ്ടി വരും. ചില സന്ദർഭത്തിൽ നമുക്ക് റഫ്നെസ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ മെഷീനിങ് പ്രോസസ് ഒക്കെ ചെയ്ത് നമ്മളത് റെഡിയാക്കണം. അതുപോലെ അബ്രേഷനൊക്കെ വരുമ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടൊക്കെ ഈ റഫ്നെസ് വരാറുണ്ട്. മനസ്സിലായോ? അതപ്പോൾ അത് ഫ്രിക്ഷന്, വെയർ, ടയർ, ഇങ്ങനെ ഫെറ്റിക്ക്, ഇതിലൊക്കെ പ്രൊഫൈലോമീറ്റർ വെച്ചിട്ടാണ് ഇത്ര ഈ റഫ്നെസ് കണ്ടുപിടിക്കുക. സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടോ നിങ്ങൾ നോക്കുക. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ 10A ക്വസ്റ്റ്യൻ, സർഫസ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെ മൊഡ്യൂൾ 1 ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് ഫ്രാക്ചർ മെക്കാനിക്സ്. അത് നമ്മുടെ അഗെയിൻ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക്കാണ് ഫ്രാക്ചർ മെക്കാനിക്സ്. അപ്പൊ പറഞ്ഞ പോലെ പഠിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും മോർ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇതിലിപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക. അപ്പൊ ആ പകുതി നന്നായി പഠിച്ചു വെക്കുക, essay ക്വസ്റ്റ്യൻ റെഡിയാക്കാനായിട്ട്. അപ്പം എല്ലാം ഇരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. അപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് ഇതാണ്, സെക്കൻഡ് ഹാഫ് ഇതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ essay ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഫുൾ സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പം 10A 10B കുഴപ്പമില്ലല്ലോ. അപ്പം ആ രീതിയിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ വലിയ കുഴപ്പം വരില്ലല്ലോ. അപ്പം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് 9A 9B ആണെങ്കിൽ അത് പഠിക്കാം, അങ്ങനെ. മനസ്സിലായോ? ഇനി ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. ഫ്രാക്ചർ മെക്കാനിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെ ക്രാക്സ് ഉണ്ടാവും എന്നുള്ളതിന്റെ സ്റ്റഡീനെയാണ് നമ്മൾ ഫ്രാക്ചർ മെക്കാനിക്സ് എന്ന് പറയുക. അപ്പോൾ അത് 3 തരത്തിലാണ് അതിന്റെ പാരാമീറ്റേഴ്സ് വരുന്നത്. സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K, അതാണ് ആ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ കെയുടെ കാര്യം ഇനി ഞാനൊന്നും പറയില്ല. ഈ ഫ്രാക്ചർ ടഫ്നെസ് KIC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ അറ്റ് വിച്ച് ഫ്രാക്ചർ ഒക്കേഴ്സ്. അപ്പോൾ ഇത് നിയർ ദി ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഫാക്ടർ ആയിരുന്നു K. ഇതെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ, ഇതിന്റെ ക്രിട്ടിക്കൽ വാല്യൂ. മനസ്സിലായോ? ഇത് K, അതാണ് ആ പ്രോബ്ലത്തിൽ KIC എന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന്റെ മാക്സിമം വാല്യൂ, കെയുടെ മാക്സിമം വാല്യൂ ആണ് KIC. അപ്പോൾ എയർക്രാഫ്റ്റിന്റെ ഡിസൈനിലും പ്രഷർ വെസൽസ് അല്ലെ, ബോയിലേഴ്സ് അങ്ങനെയുള്ളതിലൊക്കെ പ്രഷർ വെസൽസ്, ബ്രിഡ്ജസിന്റെ ഒക്കെ ഇതിൽ നമ്മൾ ഈ അതിന്റെ ഫാറ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ടേമൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. മനസ്സിലായോ? ഞാൻ അടുത്ത എനർജി റിലീസ് റേറ്റ് എന്ന് പറയുന്നത് എനർജി അവൈലബിൾ ഫോർ ക്രാക്ക് പ്രൊപ്പഗേഷൻ. ക്രാക്ക് ഇങ്ങനെ എന്തായിരിക്കും, നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ബീമിലൊക്കെ ഇങ്ങനെ ക്രാക്ക് വരികയാണെങ്കിൽ അതിങ്ങനെ അതിന്റെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരില്ലേ, അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നിട്ട് അവസാനം ബീം പൊട്ടിപ്പോവില്ലേ, അല്ലെങ്കിൽ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യും. അപ്പോൾ അതിന്റെ ആ ഒരു ക്രാക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റ്സ് എനർജി അവൈലബിൾ ഫോർ ക്രാക്ക് പ്രൊപ്പഗേഷൻ. ആ രീതിയിലാണ് എനർജി റിലീസ് റേറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കോമ്പോസിറ്റ് മെറ്റീരിയൽസിലും
ഈ അഡ്ഹസീവ് ജോയിന്റ് അനാലിസിസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടേം യൂസ് ചെയ്യാന്ന് പറയുന്നത്. മനസ്സിലായോ? ചില ക്രാക്ക് പ്രൊപ്പഗേഷന് ലോ എനർജി ആണെങ്കിൽ ആ രീതിയിൽ അത് ജി റേറ്റ് വരുന്നുണ്ടാവും. ക്രാക്ക് പ്രൊപ്പഗേഷൻ ഹൈ എനർജി രീതിയിലാണെങ്കിൽ അത് വേറെ. അപ്പൊ എന്തായാലും നമ്മൾ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ രീതിയിലൊക്കെ ആയിരിക്കണം അതിന്റെ സ്റ്റഡി കാര്യങ്ങൾ വരുന്നുണ്ടാവും. ഇനി വേറൊരു ടേം വരുന്നത് ഇതിൽ ഫ്രാക്ചർ മെക്കാനിക്സിൽ ജെ ഇന്റഗ്രൽ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ്. അപ്പൊ ഫ്രാക്ചർ മെക്കാനിക്സിൽ തന്നെ ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ബിഹേവിയർ ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ ക്രാക്ക് ഗ്രോത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ജെ ഇന്റഗ്രൽ കേട്ടോ. അപ്പൊ അത് പറയുന്ന പോലെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, പൈപ്പ് ലൈൻ ആൻഡ് ന്യൂക്ലിയർ സ്ട്രക്ചേഴ്സിന്റെ ഡിസൈനിലൊക്കെയാണ് ഈ ഒരു ഫ്രാക്ചർ മെക്കാനിക്സിലാണ് ഈ ടേം നമ്മൾ യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 4 പഠിക്കുക: KIC, G, J ഇന്റഗ്രൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിലെ ചോദ്യങ്ങൾ വരുന്നത്. മനസ്സിലായോ? ഇനി സെക്കൻഡ് മോഡ്യൂൾ തൊട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതിൽ നമ്മൾ പക്ഷെ പഠിക്കണം, പഠിക്കാതെ പറ്റില്ല. എന്താണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അശ്വതി ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അശ്വതി കേൾക്കുന്നില്ലേ? ഈ സ്ലൈഡ് ഒന്ന് ഓക്കെ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇത് എത്തിയില്ലേ? നമ്മള് കമ്പാരിസൺ ഓഫ് മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റീലിനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബൺ സ്റ്റീലും വേറൊരു അലോയ് സ്റ്റീൽ പറഞ്ഞു, അതൊരു കാറ്റഗറി. അതിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് വരുന്നതിന്റെ ബേസിൽ നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന പോയിന്റ് ചിലപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. നമ്മളിതിപ്പോ ഇതിന്റെ ഒരു ബേബി സ്റ്റേജിലായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ നോട്ടും കാര്യങ്ങളും ഇതിന്റെ പറഞ്ഞ പോലെ ഒരു വേറെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ രീതിയിലാവുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ കാർബൺ കണ്ടന്റിന്റെ ബേസിൽ സ്റ്റീലിന്റെ മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ ആൻഡ് ഹൈ കാർബൺ സ്റ്റീലാണ് എന്ന് പറയുകയാണെങ്കിൽ, മറ്റേ എലമെന്റ്സിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ അയൺ കാർബൺ ആകുമ്പോൾ നമ്മൾ അതിനെ കാർബൺ സ്റ്റീൽ എന്ന് പറയും. പിന്നെ വേറെ ഏതാ പറഞ്ഞ അലോയ് സ്റ്റീലോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞില്ലേ, അത് നിക്കൽ, മോളിബ്ഡിനം ആ സാധനങ്ങളൊക്കെ വരുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെയും പഠിക്കണം കേട്ടോ. ഇതിന്റെ ഇത് ഞാൻ പറയണ്ടല്ലോ, ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായാലും. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ കാർബൺ കണ്ടന്റ് കുറവ്, മീഡിയമിൽ ഇതിൽ ഹൈ ആകുമ്പോൾ 1% വരെ ആവും. ഏറ്റവും മാക്സിമം എത്ര വരുന്ന കാർബൺ കണ്ടന്റ് 1% ഓഫ് ദി ടോട്ടൽ വെയിറ്റ് ഓഫ് ദി അയൺ 1 കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100 ഗ്രാം അല്ലേ വരിക. ആ ഒരു പെർസെൻറ്റേജ് അല്ല, അത് 10% അല്ലേ? അങ്ങനെ 1000 ഗ്രാമിന്റെ 1000 ഗ്രാം അല്ലേ 1 കിലോഗ്രാം. അപ്പൊ 1000 ഗ്രാമിന്റെ 1% എന്ന് പറയുമ്പോൾ 10. അപ്പൊ ആ രീതിയിലൊക്കെ കാർബൺ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈ കാർബൺ സ്റ്റീൽ. അപ്പൊ അതിനേക്കാളും കണ്ടോ ഇത്രയൊക്കെ ചുരുങ്ങി ഇതിലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ അതിന്റെ സ്ട്രെങ്ത്തും ഹാർഡ്നെസ് ഒക്കെ റിലേറ്റീവ്ലി നമുക്കറിയാം ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്, ഹാർഡ്നെസ്, ഡക്റ്റിലിറ്റി, വെൽഡബിലിറ്റി, മെഷീനബിലിറ്റി ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പറ്റാവുന്നതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി എങ്ങനെ ഇത് ബിഹേവ് ചെയ്യുന്നു? പെർഫോമൻസ് മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ അതെന്താണ്, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ മെറ്റീരിയൽ ആണ് മൈൽഡ് സ്റ്റീല്. കണ്ടോ ഇത്, അത് ഡക്റ്റിലിറ്റി, വെൽഡബിലിറ്റി ഒക്കെ ഗുഡ് തന്നെയാണ്, മോശമൊന്നുമില്ല. അപ്പൊ ബിൽഡിംഗ്, ബ്രിഡ്ജസ്, സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യും. മനസ്സിലായോ? ഇനി ഹൈ കാർബൺ നോക്കൂ, അത് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ളതാണ്. ഹാർഡ് ആൻഡ് സ്ട്രോങ് ബട്ട് ബ്രിട്ടിൽ ആണ്. ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹൈ കാർബൺ. പക്ഷെ അതെന്താ ബ്രിട്ടിൽനെസ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് റെയർലി യൂസ്ഡ് ആണ് ടൂൾസിലും സ്പ്രിങ്ങിലും. ഹൈ സ്ട്രെങ്ത് വയേഴ്സ് അല്ലേ, നമ്മുടെ ഹൈ സ്ട്രെങ്ത് വയേഴ്സ് ഒക്കെ നമ്മുടെ ആ ഒരു പോസ്റ്റ് ടെൻഷനിങ് നമ്മൾ സ്റ്റീൽ പറഞ്ഞ് നമ്മൾ കോൺക്രീറ്റിനെ ഞാനൊന്ന് ചിലപ്പോൾ നിർമ്മല മിസ്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് PCC ആണെങ്കിൽ, റെയിൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് RCC. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പറഞ്ഞില്ലേ, നമ്മൾ ടെൻഡൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മളതിനെ അങ്ങനെ ചെയ്തിട്ട് ഹൈഡ്രോളിക് ജാക്കിലൊക്കെ വെച്ച് നമ്മൾ അതിനെ പ്രഷറൈസ് ചെയ്തിട്ട് അല്ല എന്താ പറയുക, ആ ടെൻഡൻസിനെയൊക്കെ നമ്മൾ സ്ട്രെസ് കൊടുത്ത് അങ്ങനെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെമ്പേഴ്സിലൊക്കെ ഹൈ സ്ട്രെങ്ത് വയേഴ്സ്, ടൂൾസ്, സ്പ്രിങ്സിലൊക്കെ ഈ ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറയുന്നത്. മനസ്സിലായോ? മൈൽഡ് സ്റ്റീല്, MS സ്റ്റീല് നമ്മൾ ബിൽഡിങ്സിലും നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലാണ്. അത് യൂസ് ചെയ്യുന്നു. അതിന് നല്ല ഡക്റ്റിലിറ്റി വേണം. ഇതിന് കണ്ടോ, ഇത് അത്ര ഡക്റ്റിലിറ്റി ഇല്ല, അത് ബ്രിട്ടിലാണെന്നാ പറയുന്നത് ഹൈ കാർബൺ ആണെങ്കിൽ. മനസ്സിലായോ? ഇനി മീഡിയം എന്ന് പറയുമ്പോൾ ഹൈ സ്ട്രെങ്ത്തും വേറെ റെസിസ്റ്റൻസ് ഒക്കെ കൂടുതലാണ്. പോയിന്റ്സ് ഒക്കെ പഠിക്കുക. ഓക്കെ. ഇനി 11B ഞാൻ വെച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ 11B ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നാളെ നിങ്ങൾ അവിടെ എഴുതി ചെയ്യേണ്ടതാണ്. M60
ഗ്രേഡ് കോൺക്രീറ്റിന്റെ ഡിസൈൻ മിക്സ് ആണ്. അത് നിങ്ങൾ നാളെ അല്ല തിങ്കളാഴ്ച അവിടെ നിന്ന് എഴുതുന്നു, അസൈൻമെന്റ് ആയിട്ട് അതൊന്ന് പറയുന്നു, ഗ്രൂപ്പായിട്ട് 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് പറയുന്നു, എഴുതി വെക്കുന്നു, അത്രയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് 11B ഡിസൈൻ മിക്സ് ആണ്, നിങ്ങൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത്. മനസ്സിലായ? ക്വസ്റ്റ്യൻ തിങ്കളാഴ്ച പറയാം. ഈ 12A എന്ന് പറയുമ്പോൾ നമ്മൾ 3rd മൊഡ്യൂളിലേക്ക് വന്നു. ഇതിൽ എളുപ്പല്ലേ? അപ്പൊ ഇതിൽ എന്താ പറയുന്നത്, നമ്മൾ കോട്ടിങ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ നോൺ സ്ട്രക്ചറൽ ആ സംഭവങ്ങളാണല്ലോ ഈ മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ നോൺ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോട്ടിങ് വിത്ത് മെക്കാനിസംസ് പറയാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോട്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗാൽവനൈസേഷൻ, ടിൻ പ്ലേറ്റിംഗ്, നിക്കൽ പ്ലേറ്റിംഗ്, ക്രോമിയം പ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ മുതലേ പഠിക്കുന്നതല്ലേ. അപ്പൊ ആ സംഭവങ്ങളാണ് ഇവിടെ. തിൻ ലെയർ ഓഫ് മെറ്റൽ ബേസ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗാൽവനൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കൊറോഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ രീതി ഇത് ഓൾറെഡി നോട്ടിലുണ്ട്, നോട്ട് നോക്കി പഠിക്കുക. അപ്പൊ എന്തിനാ കോട്ട് ചെയ്യുന്നത്? കൊറോഷൻ, വെയറിംഗ് റെസിസ്റ്റൻസ്, എൻവിറോൺമെന്റൽ ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ കോട്ടിങ് ചെയ്യുന്നത്. മനസ്സിലായോ? മെറ്റാലിക് കോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഗാൽവനൈസേഷൻ, ടിൻ പ്ലേറ്റ്, നിക്കൽ, ക്രോമിയം ഒക്കെയാണ്. അപ്പൊ അത് എന്ന് പറയുമ്പോൾ കോട്ടിങ് ചെയ്യുമ്പോൾ അത് എൻവിറോൺമെന്റിൽ നിന്ന് അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. സാക്രിഫിഷ്യൽ എന്ന് പറയുമ്പോൾ സിങ്ക് കൊറോഡി, അതായത് സ്റ്റീലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സിങ്ക് ആണ് നിങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സിങ്ക് അങ്ങോട്ട് സ്വയം എന്ത് പറയാ സാക്രിഫൈസ് ചെയ്യും. സിങ്ക് കൊറോഡി മീൻസ് ഓഫ് സ്റ്റീൽ. അപ്പൊ അത് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ രീതിയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. കാഥോഡിക് പ്രൊട്ടക്ഷൻ, മനസ്സിലായോ? സാക്രിഫിഷ്യൽ ആനോഡായിട്ട് രീതിയിൽ വരാറുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ ആപ്ലിക്കേഷൻസ് നോക്കുക. പൈപ്പ് ലൈൻസും സ്റ്റീൽ സ്ട്രക്ചേഴ്സും ഓട്ടോമൊബൈൽ പാർട്സിലൊക്കെ നമ്മൾ ഈ പറയുന്ന സ്റ്റീൽ വണ്ടിയുടെ മുകളിലൊക്കെ നമ്മൾ മെറ്റാലിക് കോട്ടിങ് കൊടുക്കില്ലേ, അപ്പൊ അതൊക്കെ അതിൽ റൂഫിലൊക്കെ സ്റ്റീൽ. മനസ്സിലായോ? ഇനി നോൺ മെറ്റാലിക് എന്ന് പറയുമ്പോൾ മെറ്റൽ അല്ല, പെയിന്റ് അടിക്കുന്നൊക്കെ ഇതിൽ വരുന്നതാണ്. നോൺ മെറ്റാലിക് എന്ന് പറയുമ്പോൾ നമ്മൾ പെയിന്റ് അടിക്കുക, വാർണിഷ് ചെയ്യുക. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? കൊറോഷൻ അല്ലെങ്കിൽ കൊറോഷൻ അല്ല, വേറെ ടെമ്പററി എൻവിറോൺമെന്റ് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ എപ്പോക്സി കോട്ടിങ്, പോളിമർ കോട്ടിങ്, സെറാമിക് കോട്ടിങ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ മോയ്സ്ചറും ഓക്സിജനും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അത് പറയാ മോയ്സ്ചറും ഓക്സിജനും ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊറോഷനും അതുപോലെ ഡാമേജും ഡീകെ വെയർ ആൻഡ് ടയർ ഒക്കെ വരും. അപ്പൊ അതിനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കെമിക്കൽ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടും ഫംഗൽ അറ്റാക്കിനൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ കോൺക്രീറ്റിലും ഇതേപോലെ ചെയ്യാറുണ്ട്. മറൈൻ സ്ട്രക്ചേഴ്സ്, ബ്രിഡ്ജസിൽ, സ്റ്റോറേജ് ടാങ്കിൽ അല്ലെ, വെള്ളത്തിന്റെ ടാങ്കിന്റെ അവിടേക്ക് നമ്മൾ ചെയ്യില്ലേ. അപ്പൊ അത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 12B ഇതാണ് 11B ട്ടാ. 11Bയിലെ M60 ഹൈ ഗ്രേഡ് കോൺക്രീറ്റിന്റെ സംഭവം കേട്ടോ. ഇതാണ് നിങ്ങൾ നാളെ ഇരുന്ന് അവിടെ ഇരുന്ന് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുക? സാനിയ ഒന്ന് വായിച്ചേ. ഹലോ, സാനിയ പോയോ? നന്ദന ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. ആർദ്രയുണ്ടോ? ഒന്ന് വായിച്ചു. 12B അല്ലേ? 12B. An SEC mix shows a slump flow of 480 mm and T50 time of 4 seconds. Interpret whether the mix satisfies EFNRC guidelines. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ് ട്ടാ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ചോദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. നിങ്ങളിത് CT പഠിച്ചിട്ടില്ല. ഞാൻ മിസ്സിനോട് ചോദിച്ചപ്പോൾ ഇതൊന്നും പഠിക്കാല്ലേ. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളിതൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്തായാലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ EFNRC ഗൈഡ് ലൈൻസ് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത്, ഇവിടെ പോയി സാധനം, അത് പറയുന്നത് ഇതില് സ്ലംപ് ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങളാ സ്ലംപിന്റെ തന്നെ ഇരിക്കും. സ്ലംപ് വാല്യൂ 480 mm ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് എടുത്ത ടൈം T50 എന്ന് പറയുന്നത് 4 സെക്കൻഡ് പോലെയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒരു ടേബിൾ അങ്ങോട്ട് പഠിച്ചു വെക്കണം എന്നാണ് ഇവർ പറയുന്നത്. സ്ലംപ് ഫ്ലോ 550 to 850 mm ആവും.
T50 ടൈം 2 to 5 സെക്കൻഡിന്റെ ഉള്ളിലാണെങ്കിൽ ഈ പറയുന്ന ഗൈഡ് ലൈൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഇത് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ആണ്. നമ്മുടെ ജിസ്നി ഉണ്ടല്ലോ, ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ജിസ്നിയുടെ പ്രൊജക്ട് ഇതാണ്, ഈ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ നമ്മളോട് ചോദിച്ചു നോക്കാം ഈ ഗൈഡ് ലൈൻസ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അല്ല, ഇത് വേണം, ഇത് കംപ്ലൈൻഡ് ആയാലാണ് നമ്മുടെ എന്ത് വരുള്ളൂ, നമ്മുടെ EFNRC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുള്ളൂ കേട്ടോ. അവരുടെ പ്രൊജക്റ്റ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവരുടെ കോൺക്രീറ്റ് ഈ പറയുന്ന സ്ലം വാല്യൂ T50 ടൈമും ഫെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ 480 ആണ്, 4 സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ബേസ്ഡ് ഓൺ ഇവാലുവേഷൻ സ്ലം ഫ്ലോ 480 ആണ്, പക്ഷേ ഈ റേഞ്ചിലല്ല. അതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും T50 ടൈം എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺക്ലൂഷനിൽ പറയുന്നത് ഫ്ലോയബിലിറ്റി ഇൻസഫിഷ്യൻ്റ് ആണ്. കണ്ടോ, ഫ്ലോ വാല്യൂ കുറവല്ലേ, സ്ലം വാല്യൂ കുറവാണ്. ബിക്കോസ് എന്താണ്, ഫ്ലോയബിലിറ്റി ഈസ് ഇൻസഫിഷ്യൻറ്റ് ബിക്കോസ് സ്ലം ഫ്ലോ ഈസ് ബിലോ ദ റിക്വയർഡ് ലിമിറ്റ്. കണ്ടോ, ആ ഒരു വാല്യൂ ഇതല്ല എന്നാണല്ലോ പറയുന്നത്. ഓൾദോ വിസ്കോസിറ്റി ഈസ് ആക്സെപ്റ്റബിൾ. വിസ്കോസിറ്റി എന്ന് പറയുന്ന ടൈം ആണ്, അതായത് ഇത്ര ടൈമിൽ അത് ഫ്ലോ ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് വിസ്കോസിറ്റി, പെട്ടെന്ന് അത് ഫ്ലോ ചെയ്തു എന്നല്ലേ അർത്ഥം. അപ്പോൾ വിസ്കോസിറ്റി ഓക്കെയാണ്, അത് റെസിസ്റ്റൻസ് ടു ഫ്ലോ കാണിച്ചില്ല. വിസ്കോസിറ്റി അസസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ T50 ടൈം എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഭയങ്കര കുറേ ടൈം എടുത്തുവെങ്കിൽ, അത് ഒഴുകാൻ കുറേ ടൈം എടുത്തെങ്കിൽ അത്ര വിസ്കസ് ആണെന്നല്ലേ അർത്ഥം. ഇതാ ടൈം ഈ പറയുന്ന ടൈമിനുള്ളിൽ നിന്നുവെങ്കിൽ മോഡറേറ്റ് വിസ്കോസിറ്റി ഈസ് ആക്സെപ്റ്റബിൾ. അത് ഓൾദോ അത് ആക്സെപ്റ്റബിൾ ആണെങ്കിലും ഇത് രണ്ടും കൂടി നമ്മൾ പറയാറില്ലേ, നമ്മൾ വെൽ ഗ്രേഡഡ് ഗ്രാവൽ ആണെങ്കിൽ രണ്ടും മാച്ച് ആവണം എന്ന് പറയുന്ന പോലെ, രണ്ടും മാച്ച് ആയാലാണ് ഇത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്നാണ് ഇവർ പറയണേ, സൂപ്പർ പ്ലാസ്റ്റൈസർ ഡോസേജ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വാട്ടർ ബൈൻഡർ റേഷ്യോ ആഡ് ചെയ്ത് കൊടുക്കുക, പൗഡർ കണ്ടന്റ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വാല്യൂ പഠിച്ചാലാണ് ഈ ക്വസ്റ്റ്യൻ വരെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 13A കഴിഞ്ഞാൽ 13B കഴിഞ്ഞാൽ 14A കഴിഞ്ഞാൽ ഇത്ര കഴിഞ്ഞു 16. അപ്പോൾ ഇത് അഗെയിൻ നമ്മുടെ തേർഡ് മൊഡ്യൂൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഡ്യൂറബിലിറ്റി ഇഷ്യൂ എഫക്റ്റിംഗ് FRP വെൻ എക്സ്പോസ് ടു മോയ്സ്ചർ, UV റേഡിയേഷൻ, ഫയർ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതായത് നമ്മുടെ ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് എഫക്റ്റ് ഫൈബർ ഇൻഫ്യൂസ് പോളിമർ, അതാണല്ലേ FRP, ഫൈബർ ഇൻഫ്യൂസ് പോളിമർ. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. FRP എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ മെറ്റീരിയൽ അല്ല, കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. അതിൽ ഫൈബേഴ്സ് എംബഡഡ് ഇൻ പോളിമർ മെട്രിക്സ്. അതായത് ഇതിയുടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഞാനത് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ഇമേജ് ആണ്. അപ്പം നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുഴൽ പോലെ ആലോചിച്ചോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഫൈബേഴ്സ് അല്ലെ, കാർബൺ ഫൈബറോ ഗ്ലാസ് ഫൈബറോ ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതൊരു കോമ്പോസിറ്റ് ആയിട്ടാണ്. മനസ്സിലായോ? ഈ ഒരു ഹോളോ കോറിലേക്ക് ഇഫ് യു ആർ ഇൻസേർട്ടിങ് ദി മാട്രിക്സ് ഇൻ ദിസ് പോളിമർ മാട്രിക്സ്, ഇഫ് യു ആർ ഇൻസേർട്ടിങ് ദി കോർ ഫൈബർ കോഴ്സ്, അപ്പോൾ രണ്ടും കൂടി ചേർന്ന പോലെയല്ലേ, അപ്പോൾ കുറച്ചും കൂടി ശക്തിയില്ലേ. മനസ്സിലായോ? ഈ ഒരു ഹോളോ ആയിട്ടുള്ള സാധനത്തിനെ നമുക്ക് വല്ല എവിടെയെങ്കിലും ബിൽഡിങ്ങിൽ എങ്ങനെ വെക്കണ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വയറുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി, അത് കുറച്ചും കൂടിയും ഇതായില്ലേ. അപ്പം അതൊരു ഫൈബർ ഇൻഫ്യൂസ് പ്ലാസ്റ്റിക് ആണ്. ഇതുപോലെ ഫൈബർ ഇൻഫ്യൂസ് കോൺക്രീറ്റ്, അതാണ് FRC, ഫൈബർ ഇൻഫ്യൂസ് കോൺക്രീറ്റ്, ഫൈബർ ഇൻഫ്യൂസ് പ്ലാസ്റ്റിക്. അപ്പോൾ ഇത് ഫൈബർ ഇൻഫ്യൂസ് പോളിമറിലാണല്ലോ ഇതൊക്കെ വരുന്നത്. മനസ്സിലായോ? അപ്പം അതാണ് നമ്മുടെ FRP കോമ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഗ്ലാസോ കാർബണോ ആരാമിഡ് അങ്ങനത്തെ ഉള്ളതൊക്കെ പോളിമർ മെട്രിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ട്രെങ്ത്, കൊറോഷൻ റെസിസ്റ്റൻസ്, ഡ്യൂറബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ആവും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി FRP, ഈ പറയുന്ന FRP മോയ്സ്ചറിന് സബ്ജക്റ്റഡ് ആവുകയാണെങ്കിൽ, UV റേഡിയേഷൻ, ഫയറിനൊക്കെ സബ്ജക്റ്റഡ് ആവുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക? ഓക്കെ, അപ്പോൾ മോയ്സ്ചർ ക്യാൻ പെനിട്രേറ്റ് പോളിമർ മാട്രിക്സ് ആൻഡ് കോസ് ഡീഗ്രഡേഷൻ, അങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. പോളിമർ മാട്രിക്സിൽ മോയ്സ്ചർ വന്നിട്ട് അതിൽ സ്വെല്ലിങ്, മാട്രിക്സ് സ്വെല്ല് ചെയ്യാം. മനസ്സിലായോ? ഈ ഒരു സാധനം FRP ഇത് നോക്കിക്കോ, ഇതിലേക്ക് നമ്മൾ മോയ്സ്ചർ ഒക്കെ വരുമ്പോൾ ഈ മാട്രിക്സ് സ്വെല്ല് ചെയ്യൂത്രേ. അതുപോലെ റിഡക്ഷൻ ഫൈബർ മാട്രിക്സ് ബോണ്ടിങ്, ഫൈബറും ഈ മാട്രിക്സ് തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കരമായിട്ട് അതിലേക്ക് വെള്ളത്തിൻ്റെ അംശങ്ങൾ വരികയാണെങ്കിൽ കുറയും. ലോസ് ഓഫ് സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്തും ഒക്കെ കുറയും കേട്ടോ. ഹൈഡ്രോളിസിസ് ഒക്കെ നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു വെച്ചോ. ഇനി അടുത്ത ഇഫക്റ്റ് ഓഫ് UV റേഡിയേഷൻ എന്ന് പറയുമ്പോൾ, UV റേഡിയേഷൻ വരികയാണെങ്കിൽ നമ്മുടെ പോളിമർ മാട്രിക്സ് യൂഷ്വലി സർഫസ് ക്രാക്കിംഗ്, ഡിസ്കളറേഷൻ, റെസിൻ ഡീഗ്രഡേഷൻ ഒക്കെ വരാറുണ്ട്.
ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ്. ഇപ്പൊ ഇതല്ലാത്ത വേറെ പോളിമേഴ്സും വരാലോ, പ്ലാസ്റ്റിക് അല്ലാത്ത പോളിമേഴ്സ് വരാം. അപ്പൊ അത് ഏതൊക്കെ സാധനങ്ങൾ വന്നാലും ഈ പറയുന്ന പോലെ ക്രാക്കിംഗ്, ഡിസ്കളറേഷൻ, പ്ലാസ്റ്റിക് ഈസ് വൺ എക്സാമ്പിൾ ഫോർ എ പോളിമർ അല്ലെ. അപ്പൊ അല്ലാത്തതൊക്കെ വരാം. അപ്പൊ അത് UV റെസിസ്റ്റന്റ് കോട്ടിങ് കൊടുക്കുക, പ്രൊട്ടക്റ്റീവ് പെയിന്റ് ലെയേഴ്സ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഒരു വഴി വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഇഫക്റ്റ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ FRP ലോ റെസിസ്റ്റൻസ് ഫയർ, ഇഫക്റ്റീവ് ഫയർ വരുമ്പോൾ എന്താണ്, FRP മെറ്റീരിയൽസിന് ലോ റെസിസ്റ്റൻസ് ഫയർ ആണ്, കമ്പസ്റ്റബിൾ ആണ്, ഇത്ര കത്തിപ്പിടിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് അറിയാലോ തീരെ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഉരുകില്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ അതിന് ഫയർ റെസിസ്റ്റൻസ് കോട്ടിങ് കൊടുക്കണം എന്നൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ചോദ്യം വന്നാല് മോയ്സ്ചർ വരുമ്പോൾ ഈ സാധനങ്ങൾക്ക് ഈ പ്രശ്നം പറ്റും. UV റേഡിയേഷൻ വന്നാൽ കളർ പോവും, സർഫസ് ക്രാക്ക് വരും, അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുക. തീ വരുമ്പോൾ അതിങ്ങനെ കത്തിപ്പിടിക്കും, അങ്ങനെയുള്ള സോഫ്റ്റനിങ് ഓഫ് റെസിൻ സോഫ്റ്റനിങ് ആവും. റെസിൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെ ആയിരിക്കും കേട്ടോ, മാട്രിക്സ് തന്നെ ആയിരിക്കും. അതിന്റെ സ്ട്രെങ്ത് പോവും. സ്മോക്ക് ആൻഡ് ടോക്സിക് ഗ്യാസ് എമിഷൻസ് അല്ലെ, ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് കാർസിനോജനിക് വരെ അല്ലേ പ്ലാസ്റ്റിക് കത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത് റാപ്പിഡ് സ്ട്രക്ചറൽ ഫെയിലിയർ ഒക്കെ നടക്കും എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി അടുത്ത് 13B നമ്മുടെ മൊഡ്യൂൾ 3 B പാർട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ അക്കൗസ്റ്റിക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലെ. അക്കൗസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ സൗണ്ട് ട്രാൻസ്മിഷനും നോയ്സും കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങളെയാണ് ഇത് അക്കൗസ്റ്റിക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് പറയാം അല്ലെ. ഇതിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ, ഇതൊക്കെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, മിനറൽ വൂൾസ്, ഗ്ലാസ് വൂൾസ്, അക്കൗസ്റ്റിക് ഫോം ബോർഡ്സ്, കോർക്ക്, പെർഫറേറ്റഡ് ജിപ്സം. ഇതിലിപ്പോൾ പലതും ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയൊരു പിക്ചറാണ്. ഇതിൽ ഈ പറയുന്നത് മിനറൽ വൂളിന്റെ ഒരു കട്ടയുണ്ടായിരിക്കാം. കണ്ടോ, ഇതൊക്കെ കണ്ടോ, വെൽവെറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ കണ്ടില്ലേ. ഫോം ബോർഡ്സ് ഉണ്ടാവും, കോർക്ക്, ഇതൊക്കെ വുഡ് അല്ലെ, വുഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൗസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പൊ അത് എന്തിനാണ്, വിച്ച് ആർ ദി കൗസ്റ്റിക് മെറ്റീരിയൽസ്, വാട്ട് ആർ ദിയർ യൂസസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കണം. അടുത്ത അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റോമെറിക് ബെയറിംഗ്സ് ഇൻ ബ്രിഡ്ജസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ഇലാസ്റ്റോമെറിക് ബെയറിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഇത് കണ്ടോ, ഈ ബ്രിഡ്ജിന്റെ താഴെ ഇങ്ങനെ ബെയറിംഗ് പോലെ കൊടുത്ത് കണ്ടില്ലേ, അതിനെയല്ലേ നമ്മൾ പറയാ. അപ്പൊ അത് റബ്ബർ ലെയേഴ്സ് ആയിരിക്കും, റിൻഫോഴ്സ് വിത്ത് സ്റ്റീൽ പ്ലേറ്റ്സ്. കണ്ടോ, ഇവിടെ സ്റ്റീലിന്റെ പ്ലേറ്റിന്റെ ഇടയ്ക്ക് നമ്മളൊരു സാൻഡ്വിച്ച് പോലെ റബ്ബർ ബെയറിംഗ് കൊടുത്തിട്ട് നമ്മൾ എന്തിനാ ചെയ്യണേ, അർത്ത് വേക്ക് ലോഡ്സ് വരുമ്പോൾ അത് ഡിഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് റീസ്റ്റോർ ബാക്ക് ടു ദി ഒറിജിനൽ പൊസിഷൻ വരാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. അതുപോലെ അത് മാത്രമല്ല ട്രാൻസ്ഫർ ലോഡ്സ് അല്ലെ. ഇത് ഒരു പെഡസ്റ്റൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടു, ഇതിന്റെ മുകളിലൊരു പെഡസ്റ്റൽ ഉണ്ടാവും, അതിന്റെ മുകളിലാണ് നമ്മുടെ ഡെക്ക്, ബ്രിഡ്ജിന്റെ ഡെക്ക് പോർഷൻ, ഇതിന്റെ പേര് സ്ലാബ് ബ്രിഡ്ജിന്റെ, ഇത് താഴെ അബട്ട്മെന്റ്സ് വരും, പിയർ അബട്ട്മെന്റ്സ് ഒക്കെ താഴെ വരും. മുകളിൽ ഇതിന്റെ പേര് ഞാൻ സത്യം പറയാൻ മറന്നു. ഇവിടെ ഒരു പെഡസ്റ്റൽ ഇതാണ്, ഇത് ഡെക്ക് പോർഷൻ എന്നൊക്കെ പറയുന്നതാണ്. അത് ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ ഐ സെക്ഷൻസ് ഒക്കെ അങ്ങനത്തെ ഒക്കെ വരില്ലേ, മുകളിലൊക്കെ വരില്ലേ, അതിന്റെ ഗർഡർ ഒക്കെ വരും, ഗർഡർ. അപ്പൊ അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ ഇതിന്റെ മുകളിൽ ബീമിന്റെ ഗർഡർ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന്ന് ലോഡ് ഇങ്ങനെ മുകളിലത്തെ വണ്ടികളുടെ ലോഡ് ട്രാൻസ്ഫർ ആയി താഴത്തേക്ക് പിയർ അബട്ട്മെന്റ്സ് വഴി താഴത്തേക്ക് സോയിലേക്ക്, ഫൗണ്ടേഷനിലേക്ക് പോയിട്ട് സോയിലേക്ക് പോവില്ലേ. അപ്പൊ അത് ട്രാൻസ്ഫർ ആവാനുള്ള ഒരു നല്ലൊരു മീഡിയം ആണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ, ക്ലിയർ. ഇനി അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് മൂവ്മെന്റിന് ടെമ്പറേച്ചർ ചേഞ്ചസും അതുപോലെ എർത്ത് ലോഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, എർത്ത് ലോഡ്സ് ഒക്കെ വരുമ്പോൾ വൈബ്രേഷൻസിനെയൊക്കെ ഷോക്കിനെയൊക്കെ അബ്സോർബ് ചെയ്യാനും, അതുപോലെ മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ തെർമൽ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒക്കെ വരുമ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും, റൊട്ടേഷൻ എലമെന്റ്സ് അല്ല, ഇതൊരു ബെയറിംഗ് പോലെ ആക്ട് ചെയ്യില്ലേ, റൊട്ടേഷൻ, അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ഇങ്ങനെ റൊട്ടേഷൻസ് വന്നാൽ തിരിച്ചു കൊണ്ടുവരാനുള്ള രീതിയിലുള്ള ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് ഇതിനുണ്ട്. മനസ്സിലായോ. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കാം. ആപ്ലിക്കേഷൻസ് പഠിക്കുക, ഫ്ലൈ ഓവർ, വയഡക്റ്റിലും അതുപോലെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ പഠിക്കുക. പടമൊക്കെ വരച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനി അടുത്ത നമ്മൾ ലാസ്റ്റ് മോഡ്യൂളിലേക്ക് എത്തി. 14B അവിടെ പോയി. ഞാൻ വെക്കാൻ മറന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് അത് എഴുതാട്ടോ. അത് ഞാൻ എഴുതാൻ വിട്ടുപോയതുകൊണ്ട് അതെന്തായാലും അസൈൻമെന്റിന്റെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഫോർത്ത് മോഡ്യൂളിലേക്ക് വന്നു. സ്മാർട്ട് മെറ്റീരിയൽസ് അല്ലെ. സ്മാർട്ട് മെറ്റീരിയൽസ് നമ്മൾ ഷേപ്പ് SMA എന്നൊക്കെ പറഞ്ഞു പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഷേപ്പ് മെമ്മറബിൾ അലോയ്സ്, അത് കണ്ടോ, ഷേപ്പ് മെമ്മറി, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് നല്ലൊരു രസമുള്ള ഒരു സാധനമായിരുന്നു അല്ലെ. ഷേപ്പ് മെമ്മറി അല്ലോ, SMA സെൻസേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് മെറ്റീരിയൽസ്. ക്രാക്ക് ഫോർമേഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ സ്മാർട്ട് മെറ്റീരിയൽസ് പഠിച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ആണ് പഠിച്ചു പോയത്. പക്ഷെ ഇതിന് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് കണ്ടോ, ക്രാക്ക് ഫോർമേഷൻ ഇൻ ബ്രിഡ്ജസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മാർട്ട് മെറ്റീരിയൽസ് എന്താണെന്നാണ് ഇവര് ചോദ്യം. നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല, നമ്മൾ ഓരോ മെറ്റീരിയൽസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് അതിന്റെ അപ്ലിക്കേഷൻസ് പറഞ്ഞു പോയി. അപ്പൊ അവർ അതിലൊരു അപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനുള്ള സ്മാർട്ട് മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതില് SHM ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു കണ്ടിന്യൂസ്ലി മോണിറ്റർ ദ എലമെന്റ്സ് ഓഫ് യുവർ ബ്രിഡ്ജ്, യുവർ സ്ട്രക്ചറിൽ ഇങ്ങനെ ക്രാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ് ചെയ്യണ്ടേ? അതിന്റെ ആ ഒരു സ്റ്റഡിയുടെ പേരാണ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്. മനസ്സിലായോ? അപ്പൊ ഇഫ് യു ആർ ഇൻകോർപ്പറേറ്റിംഗ് ഓർ ഇഫ് യു ആർ ഇന്റഗ്രേറ്റിംഗ് സ്മാർട്ട് മെറ്റീരിയൽ സിസ്റ്റംസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഡിറ്റക്ട് ദി ഏർലി ഡാമേജസ് എക്സെട്ര. നേരത്തെ നമ്മൾ പറഞ്ഞതാണിത്. സ്ട്രക്ചറൽ സേഫ്റ്റീനെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനുള്ള സ്മാർട്ട് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഇതിൽ പറയുന്നത് നോക്കിയാണ്. ഫൈബർ ഒപ്റ്റിക് അല്ലെ, ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് ഉണ്ട്. പീസോ ഇലക്ട്രിക് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രിക് എനർജിയുടെ ബേസിൽ നമുക്ക് അതിന്റെ ആ ഒരു ക്രാക്ക് ഫോർമേഷൻസും കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്യാം. ഫൈബർ ഒപ്റ്റിക് എന്ന് പറയുമ്പോൾ മേ ബി സം ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ടാവും ക്രാക്ക് ഒക്കെ വരുമ്പോൾ അല്ലെ. സ്മാർട്ട് ആയിട്ട് അത് ബിഹേവ് ചെയ്തിട്ട് അതുപോലെ ലൈറ്റ് ഒക്കെ വരികയാണെന്ന് വിചാരിച്ചോ, ഒരു ക്രാക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൾബ് കത്തുക, അങ്ങനെയൊക്കെ വന്നാൽ നല്ലതല്ലേ. അതുപോലെ കാർബൺ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർബൺ നാനോ ട്യൂബ്സ് എങ്ങനെയാ ബിഹേവ് ചെയ്യുക, അല്ല അതിന്റെ സംഭവം എന്തോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽഫ് സെൻസ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഏതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷേപ്പ് മെമ്മറി അല്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹീറ്റ് ഒക്കെ വരുമ്പോൾ അതിനെ ഷേപ്പ് ബെൻഡ് ചെയ്തിട്ട് തിരിച്ച് വരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മൊഡ്യൂൾ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഷേപ്പ് മെമ്മറി അലോയ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ക്രാക്ക് ഫോർമേഷൻ ഇൻ ബിൽഡിങ്സ് മോണിറ്റർ ചെയ്യാനുള്ള SMA സ്മാർട്ട് മെറ്റീരിയൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇവിടെയൊക്കെ പറയുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസും അപ്ലിക്കേഷൻസും കാര്യങ്ങളും പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി 15B നാനോ ടെക്നോളജി എങ്ങനെയാണ് സിമെന്റ് ബേസ്ഡ് മെറ്റീരിയൽസ്, അത് നമ്മൾ പറഞ്ഞു. നാനോ മെറ്റീരിയൽസ് കാർബൺ ഏതൊക്കെയാണ്? നാനോ സിലിക്ക, കാർബൺ നാനോ ട്യൂബ്സ്, നാനോ ടൈറ്റാനിയം ഓക്സൈഡ്, നാനോ അലുമിന. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ നമ്മുടെ നാനോ എന്ന് പറയുമ്പോൾ നാനോ സൈസ് 10⁻². എത്ര പേര് നാനോ എന്ന് പറയുമ്പോൾ -7 ആണോ? 10⁻² അത്രയും സൈസ് കുറവുള്ള സൈസ് ആണല്ലോ നാനോ എന്ന് പറയുന്നത്. അത്രയും നമ്മുടെ മൈക്രോണിനേക്കാളും ചെറുതായിരിക്കും നാനോ എന്ന് പറയുന്ന സൈസിലാണ് നമ്മൾ എന്താ പറയാ യു ആർ ആഡിങ് ദി എലമെന്റ്സ്. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോർ റിഫൈൻമെന്റ്, അതെല്ലാം മൈക്രോ വോയിഡ്സ് അല്ലെ, ആ മൈക്രോ സ്ട്രക്ചറിൽ നമുക്ക് ഉള്ള ക്രാക്സ് കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുള്ള നാനോ മെറ്റീരിയൽസ് നമ്മൾ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ റീഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ നാനോ മെമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ഇൻഡസ്ട്രീഷ്യൽ ഫോഴ്സിലൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്കും കാര്യങ്ങളൊക്കെ അടയ്ക്കാലോ. മനസ്സിലായി? അതുപോലെ പെർമിയബിലിറ്റി കുറയ്ക്കാൻ പറ്റും. കോൺക്രീറ്റിലൊക്കെ ആണെങ്കിൽ ഇംപെർമിയബിൾ ആവണം. അപ്പോൾ അത് വേണ്ടിയിട്ട് പെർമിയബിലിറ്റി, വാട്ടർ പെനിട്രേഷൻ, കാരണം യു ആർ റിഫൈനിങ് യുവർ പോർ സ്പേസസ്, മൈക്രോവോയിഡ്സിനെയൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. മനസ്സിലായോ? സിമെന്റിന്റെ ഒക്കെ സൈസിനേക്കാളും എത്രയോ ചെറിയ സൈസ് ആയിരിക്കും ഈ നാനോ സിലിക്കൊക്കെ. അപ്പൊ അവിടെയുള്ള ഓട്ടകളിലൊക്കെ വന്ന് അത് അടഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രാക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇവര് പറയുന്നുണ്ട് ആക്സിലറേഷൻ ഓഫ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് യുനോ എന്താണ്, അതിന്റെ ആ ഒരു സ്ട്രെങ്ത് അറ്റൈൻമെന്റ് പ്രോസസ് ആണ് ഹൈഡ്രേഷൻ. അപ്പൊ ഹൈഡ്രേഷൻ ആക്സിലറേറ്റ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ലീഡ്സ് ടു ജെൽ ഫോർമേഷനൊക്കെ ഡെൻസർ ആക്കും എന്നാണ് പറയുന്നത് അല്ലെ, ലൈറ്റർ അല്ല ഡെൻസർ ആക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. ക്രാക്ക് റെസിസ്റ്റൻസ്, ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്, സെൽഫ് ക്ലെൻസിങ് പ്രോപ്പർട്ടി അല്ലെ. സെൽഫ് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ അതിലുള്ള പൊല്യൂട്ടൻസിനെ വരെ ലയിപ്പിക്കാൻ നമ്മുടെ നാനോ ടൈറ്റാനിയം ഓക്സൈഡിന് പറ്റും എന്നാണ് പറയുന്നത്. ഫോട്ടോ കാറ്റലിറ്റിക് റിയാക്ഷൻസ് വഴി. കൊറോഷൻ, അതിലെന്തെങ്കിലും പൊല്യൂട്ടൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ഒക്കെ ബാഡ് ആവും. മനസ്സിലായോ? കോൺക്രീറ്റിലാണെങ്കിലും മണ്ണിലൊക്കെ ആണെങ്കിലും പൊല്യൂട്ടൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത്, ബെയറിംഗ് കപ്പാസിറ്റി, അതിൽ ഷിയർ സ്ട്രെങ്ത്തും ബെയറിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ കോൺക്രീറ്റിലാണെങ്കിൽ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ നശിക്കും. അപ്പൊ അതിനൊക്കെ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗപ്പെടും. ഇനി അടുത്തത് ചോദ്യം കേസ് സ്റ്റഡി ആണ്.
കേസ് സ്റ്റഡി നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല നോട്ടിൽ. അപ്പോൾ അത് കേസ് സ്റ്റഡി ഇന്റലിജന്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ സീസ്മിക് വൈബ്രേഷൻ കൺട്രോൾ, അതായത് ഒരു ഷേപ്പ് മെമ്മറബിൾ അലോയ് നമ്മൾ പഠിച്ചിട്ട് 4th മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള അത് ഒരു സീസ്മിക് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അത് വേണമെങ്കിൽ നമുക്ക് അസൈൻമെന്റിലെ രണ്ടാമത്തെ അസൈൻമെന്റിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് അങ്ങോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും എർത്ത് ക്വേക്ക് ഇതിൽ നമ്മൾ SMA യൂസ് ചെയ്ത ഒരു കേസ് സ്റ്റഡി. ഓക്കെ, നാളെ അപ്പോൾ 2 പീരീഡ് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് ഉണ്ട്. ലാർജ് വൈബ്രേഷൻ മൈനേഴ്സിന് പോകുന്നവരെ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ എന്തൊക്കെ പഠിപ്പിച്ച ആ രീതിയിൽ, കാരണം നമുക്കിതിൽ വർക്ക് വരുന്നുണ്ട്. SMA ഡാമ്പേഴ്സ് ഡിഫോം ആൻഡ് അബ്സോർവ് കണ്ടോ. അപ്പോൾ ഇത് നാളെ അസൈൻമെന്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. കേസ് സ്റ്റഡി ആണ്, ഇന്റലിജന്റ് ബിൽഡിങ്സിന്റെ കേസ് സ്റ്റഡി റിയൽ കേസ് സിനാരിയോയിൽ യൂസ് ചെയ്തത് പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് വർക്കിംഗ് മെക്കാനിസം 16B ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞു. 16A അത് കേസ് സ്റ്റഡി ആയിരുന്നു. 16Bയിൽ ഇത് കേട്ടോ, ഇതിൽ രണ്ടും ഓക്കെ. 16B എന്തായിരുന്നു? വർക്കിംഗ് എങ്ങനെയാണ് പീസ് ഓഫ് ഇലക്ട്രിക് സ്മാർട്ട് സെൻസേഴ്സ്, അത് നമുക്ക് നാളെ പറയാൻ തോന്നുന്നു. എന്തായാലും നാളെ ഉണ്ടല്ലോ. അപ്പം അതിൽ എന്താണ് നാളെ പറയാം കേട്ടോ, അത് നേരിട്ട് പറയാം. അപ്പം ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാനിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇവിടെ ഉള്ളവരെ എല്ലാവരും ഒരു 10 മിനിറ്റ് കൂടി നിങ്ങൾ സ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാം. ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് എനിക്ക് ഗ്രൂപ്പിൽ ഇടാമല്ലോ. അപ്പം നിങ്ങളൊരു 10 മിനിറ്റ്സും കൂടി ഇവിടെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. ഈ ഒരു മിനിറ്റ് ക്ലോസ് ചെയ്യാം.